ആൻഡ് ദിസ് ഇസ് ദ ട്രൂത്ത്. അപ്പൊ എന്താണ് അതിന്റെ പുറകിലുള്ള ഒരു സൈക്കോളജിക്കൽ എലമെന്റ്? ഇതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. അതിന്റെ സൈക്കോളജിക്കൽ എലമെന്റ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യ മനസ്സ് എന്ന് പറയുന്നത് ഒരു അക്യൂട്ട് കാറ്റസ്ട്രോഫി വന്നാൽ അതിലായിരിക്കും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മുടെ മുന്നിൽ കാണപ്പെടുന്ന മരണങ്ങള് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ, അതുപോലുള്ള പ്രയാസങ്ങൾ, ഇത് ആയിരിക്കും മനുഷ്യന്റെ മനസ്സിനെ ആദ്യം ഭയപ്പെടുത്തുന്നതും ഭീതിപ്പെടുത്തുന്നതും. ഇതിന്റെ ട്രീറ്റ്മെന്റും മാനേജ്മെന്റും, കോവിഡ് ആണെന്ന് പറയുമ്പോൾ ആർക്കും അറിയാൻ പോലും വയ്യ എങ്ങനെ ട്രീറ്റ് ചെയ്യും. ഇങ്ങനെയുള്ള സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്യുന്ന സമയത്ത് ബാക്കി ഈ കോവിഡ് കൊണ്ട് ലോകത്തിൽ മരണമടഞ്ഞിട്ടുള്ള ആൾക്കാരെക്കാട്ടിൽ 10 മടങ്ങ് അല്ലെങ്കിൽ എത്രയോ അധികം ഇരട്ടി ആൾക്കാർ ഓരോ ദിവസവും ക്യാൻസർ കൊണ്ട് മരിക്കും. ഇതില് ഒരു 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള എന്നെ ശ്രദ്ധിക്കുന്ന ആൾക്കാർക്ക് അറിയാം, അവരുടെ ഒരു ചെറുപ്പകാലത്ത് എത്ര പേര് ക്യാൻസർ എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ട്. ഇറ്റ് വാസ് ഓൾമോസ്റ്റ് അൺനോൺ. ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരു ക്യാൻസർ പേഷ്യന്റിനെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു ക്ലിനിക്കൽ ഒരു സംഭവമാണ്. അവിടെ ഇങ്ങനത്തെ വാർഡിൽ ഒരു ക്യാൻസർ പേഷ്യന്റ് ഉണ്ടെന്ന് പറയുമ്പോൾ അവിടെ നിന്ന് ടുഡേ ക്യാൻസർ ഈസ് എ കോമൺ വേർഡ്, ഒരു ഹൗസ് ഹോൾഡ് നെയിമായിട്ട് മാറി. എങ്ങനെയാണ് ഈ ക്യാൻസർ ഇങ്ങനെ ഒരു ഹൗസ് ഹോൾഡ് നെയിമായിട്ട് പെട്ടെന്ന് ഒരു 10, 30, 40 വർഷം കൊണ്ട് എങ്ങനെ ഈ വ്യത്യാസം ഉണ്ടായി? നമ്മൾ എത്ര പേര് ചിന്തിച്ചിട്ടുണ്ട്? വാട്ട് പ്രൊമോട്ടഡ് അല്ലെങ്കിൽ വാട്ട് ബ്രോട്ട് ഇൻ എ ചേഞ്ച് ഇൻ ദ സൊസൈറ്റി സോ ദാറ്റ് മോർ പീപ്പിൾ ആർ ഫോളോയിങ് ഓർ ബിക്കമിങ് ക്യാൻസർ പേഷ്യൻസ്? അപ്പൊ അതിന്റെ പുറകിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാരണം, ഒരു റീസൺ. എന്താണ് ഈ റീസൺ? ഈ റീസന്റെ ഒരു കോമൺ ടെർമിനോളജിയാണ് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന സംഗതി. ആക്ച്വലി എന്താണ് ഈ ലൈഫ് സ്റ്റൈൽ? എല്ലാവരും പറഞ്ഞ ലൈഫ് സ്റ്റൈൽ ഡിസീസ്. വാട്ട് ഈസ് ദിസ് ലൈഫ് സ്റ്റൈൽ? ഐ പുട്ട് ഇൻ വെരി സിമ്പിൾ ടെർമിനോളജി. കേരളത്തിൽ ജനിച്ചു വളർന്ന ആൾക്കാര് ജോലി, പ്രത്യേകിച്ച് സർക്കാർ ജോലി, പെൻഷൻ കിട്ടുന്ന ജോലി പ്രതീക്ഷിച്ച് കേരളത്തിന്റെ ബൗണ്ടറി വിട്ടിട്ട് ദേ ഹാവ് മൈഗ്രേറ്റഡ് ടു ഡിഫറെന്റ് സ്റ്റേറ്റ്സ്. ഇപ്പൊ ഭോപ്പാലിൽ പോയി മലയാളികൾ ഇരിക്കണമെങ്കിൽ ഇവരുടെയൊക്കെ വേരുകൾ എന്ന് പറയുന്നത് കേരളത്തിലാണ്. ഈ ഫസ്റ്റ് ജനറേഷൻ ഭോപ്പാലിൽ വന്നു കഴിഞ്ഞിട്ട് കേരളത്തിന്റെ തനതായിട്ടുള്ള കൾച്ചറിൽ ജനിച്ചു വളർന്ന് കോളേജിൽ പഠിച്ച് സ്കൂളിൽ പഠിച്ച് ആ കൾച്ചറൊക്കെ എല്ലാം സ്വാംശീകരിച്ച ശേഷം ഇവര് വേറൊരു നഗരത്തിലോട്ട് മാറ്റി പ്രതിഷ്ഠിക്കപ്പെട്ടപ്പോ അവരുടെ ഇന്നർ സൈക്കോളജിയും പുറമേ ഉള്ള ഡിമാൻഡും നമ്മളെ കൺവേർട്ട് ചെയ്തു. എങ്ങനെ കൺവേർട്ട് ചെയ്തു? ഭോപ്പാലിൽ ജീവിക്കുന്നു, യു ഹാവ് ടു ബി ലൈക്ക് എ ഭോപ്പാൽ പേഴ്സൺ. അല്ല, നിങ്ങൾക്ക് മലയാളി അവിടെയുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ യൂണിസൺ ആവും. സോ ടു മെർജ് വിത്ത് എ കൾച്ചർ വി സ്റ്റാർട്ട് ചേഞ്ച്. ഈ ചേഞ്ച് ഭോപ്പാലിൽ പോയ മാത്രമല്ല, ഞാൻ 10 വർഷം ടാറ്റ മെമ്മോറിയൽ ജോലി ചെയ്തപ്പോൾ ഐ വാസ് ഇൻ ബോംബെ. ഐ നോ ദ മിക്സ് കൾച്ചർ ഓഫ് ബോംബെ. അവിടെ മഹാരാഷ്ട്രൻസ് ഉണ്ട്, സൗത്ത് ഇന്ത്യൻസ് ഉണ്ട്, നോർത്ത് ഇന്ത്യൻസ് ഉണ്ട്, ബംഗാളീസ് ഉണ്ട്, ഈ ലോകത്തിലുള്ള പല പല രാജ്യങ്ങളിലെ ആൾക്കാരുണ്ട്. ഇവർ ഓരോരുത്തരും അവരവരുടെ കൾച്ചർ അവിടെ കൊണ്ടുവന്നിട്ട് വി ഹാവ് എ മിക്സ്ചർ ഓഫ് കൾച്ചർ. സോ അടുത്ത ജനറേഷൻ വരുമ്പോൾ ദാറ്റ് ജനറേഷൻ വിൽ ഇംബൈബ് ഓർ ദേ വിൽ ഗെറ്റ് അഡ്ജസ്റ്റഡ് ടു ദി ന്യൂ സിറ്റുവേഷൻ. അതുകൊണ്ടാണ് ഭോപ്പാലിൽ ജനിച്ചു വളർന്ന ഒരു കുട്ടിയോട് നമുക്ക് കേരളത്തിൽ പോയി താമസിക്കാന്ന് പറഞ്ഞാൽ അവര് പോവില്ല. അല്ലെങ്കിൽ മഹാരാഷ്ട്ര ജനിച്ചു വളർന്ന ഒരു ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ കഴിയുന്ന കുട്ടികളോട് നമുക്ക് കേരളത്തിൽ പോയി താമസിക്കാന്ന് പറഞ്ഞാൽ അവർ പറയും നോ, വി ആർ നോട്ട് കമ്മിങ്. ഇതിന്റെ മറുവശമാണ്, if you tell these children of first generation, second generation who are in USA or in Australia or in any foreign countries, they will not come back. Why? That is known as the change which you utilize to acclimatize to the new situation. ആ ചേഞ്ചിനെയാണ് ലൈഫ് സ്റ്റൈൽ ചേഞ്ച് എന്ന് പറയുന്നത്. പണ്ട് പ്രഭാതത്തിൽ എഴുന്നേറ്റിട്ട് ഭാര്യയും ഭർത്താവും കൂടെ ചോറ്റുപാത്രത്തിൽ ഭക്ഷണവും കൊണ്ട് പറമ്പിൽ പോയി പണിയെടുത്ത് അധ്വാനിച്ച്
വൈകുന്നേരം തിരിച്ചു വന്ന് ജോലി ചെയ്ത് സ്വെറ്റ് ചെയ്തിട്ട് ബൈബിളിൽ എഴുതിയ പോലെ നീ വിയർപ്പോടുകൂടി ഭക്ഷണം കഴിക്കും എന്ന് പറഞ്ഞിട്ടുള്ള മലയാളി ആൾക്കാര് ഇന്ന് വിയർപ്പില്ലാതെ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരായിട്ട് മാറി. സോ ലൈഫ് ഹാസ് ചേഞ്ച്. ഗ്രാമങ്ങളുടെ അന്തരീക്ഷത്തിൽ നമ്മൾ നഗരങ്ങളിലേക്ക് നമ്മൾ പറിക്കപ്പെട്ടു മാറുമ്പോൾ കൃഷിയിടങ്ങളൊക്കെ നഗരവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് വൈറ്റ് കോളർ ജോബിന്റെ ഭാഗമായിട്ട് മാറും. സോ വി ഹാവ് ടു അഡ്ജസ്റ്റ് ടു ദാറ്റ് സിറ്റുവേഷൻ. ഇന്ന് രാവിലെ നിങ്ങൾ ഈ എന്നെ പ്രസംഗം കേൾക്കുന്നവരിൽ എത്ര പേര് ഒരു അരമണിക്കൂർ നടക്കാൻ പോയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എത്ര പേര് കേൾക്കും? ടെൽ മീ, ബി ഓണസ്റ്റ്. പ്രാർത്ഥന കഴിഞ്ഞിട്ടിരിക്കുക. എത്ര പേര് അരമണിക്കൂർ നടക്കാൻ പോയി? പോയിട്ടില്ല. അല്ലെങ്കിൽ പോകുന്ന ആൾക്കാർ വിരളെണ്ണ 1, 2, 3, 4. എന്തുകൊണ്ട് പോകുന്നില്ല? എന്നാൽ പഴയ കാലത്ത് ആൾക്കാർക്ക് ഇങ്ങനെ ജോലി ചെയ്യാതിരിക്കാൻ സാധിക്കോ? ഇല്ല. അപ്പൊ നമുക്ക് നമ്മുടെ ജോലി, പ്രവർത്തനം ഇതെല്ലാം നമ്മളെ ഒരു പുതിയ രീതിയിലോട്ട് മാറ്റി. വേൾഡ് ഓവർ ദിസ് ചേഞ്ച് ഈസ് ഹാപ്പനിങ്. ഇതിന്റെ പേരാണ് റാപ്പിഡ് അർബനൈസേഷൻ, നഗരവൽക്കരണം. അത് പെട്ടെന്ന് സംഭവിക്കുന്ന നഗരവൽക്കരണമാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഈ നഗരവൽക്കരണത്തിന്റെ പാർശ്വഫലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നഗരത്തിലോട്ട് ചേക്കേറുന്ന ഗ്രാമങ്ങളിലുള്ള ആൾക്കാർ ഇത് നോട്ട് യൂസ് ടു ദ സിറ്റുവേഷൻ. അപ്പൊ അവരുടെ ധാരണ അല്ലെങ്കിൽ തെറ്റിദ്ധാരണ വെസ്റ്റേൺ ലൈഫ് സ്റ്റൈൽ ആണ് ഏറ്റവും നല്ലതെന്നും നമുക്കിനിയും പച്ചക്കറികളോ അതല്ലെങ്കിൽ നാട്ടുപുറത്തെ ഭക്ഷണമോ ഒന്നും അല്ല, നമുക്ക് ഹാംബർഗർ, കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ, നമുക്ക് ഹൈ എനർജി ഡെൻസ് ഫുഡ്, ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റൈൽ എന്നുള്ള മിഥ്യാധാരണയിലോട്ട് നമ്മൾ മാറും. അപ്പൊ ആദ്യം സംഭവിക്കുന്ന വ്യത്യാസം അഡ്ജസ്റ്റ്മെന്റ് വിത്ത് യുവർ ഫുഡ്. അപ്പൊ നമ്മള് ഒരു കൾച്ചറിൽ നിന്ന് നമ്മുടെ ഭക്ഷണക്രമങ്ങൾ മാറുന്നതായിരിക്കും ആദ്യത്തെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച്. എങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ. വാട്ട് ഈസ് സോ മച്ച് ഇമ്പോർട്ടന്റ് അബൌട്ട് ഫുഡ് ആൻഡ് ക്യാൻസർ? 60% ഓഫ് ദ ഹ്യൂമൻ ക്യാൻസേഴ്സ്, മനുഷ്യനുണ്ടാകുന്ന 60% ക്യാൻസറുകളും ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടു. It has got a great impact on the causation of cancer, prevention of cancer, in treatment of cancer. See, it's totally different. ക്യാൻസർ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് നിങ്ങളിൽ എത്ര പേർക്ക് ക്യാൻസർ ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ളവരോ ക്യാൻസർ പേഷ്യൻസിനെ കണ്ടിട്ടുള്ളവരോ അല്ലെങ്കിൽ ക്യാൻസർ രോഗികളുമായിട്ട് എന്തെങ്കിലും രീതിയിൽ ബന്ധമുള്ള ആൾക്കാർ ആരെങ്കിലും ഒക്കെ ആയിരിക്കും. കാരണം ക്യാൻസർ ഈസ് എ കോമൺ സിറ്റുവേഷൻ ആണ്. അവരവർ സ്വയം ചിന്തിച്ചാൽ മതി ഞാൻ സംസാരിക്കുമ്പോൾ. അപ്പൊ നമ്മളൊരു ക്യാൻസർ പേഷ്യന്റിനെ കാണാൻ പോയി കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്നത് എന്താണ്, നിങ്ങൾക്ക് എന്ത് കഴിക്കാൻ പറ്റും? സോ ഫസ്റ്റ് തിങ് ഈസ് വാട്ട് യു ക്യാൻ ഈറ്റ്. അല്ലെങ്കിൽ ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് ആയിട്ട് ഹോസ്പിറ്റലിൽ പോകുന്ന ആദ്യം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, ഡോക്ടറെ നമുക്ക് എന്തൊക്കെ ഇനി കഴിക്കാൻ പറ്റും, എന്തൊക്കെ കഴിക്കാൻ പറ്റില്ല. സോ വാട്ട് ഈസ് ദ പ്രയോറിറ്റി? ദ പ്രയോറിറ്റി അഗെയിൻ ബിക്കംസ് ഫുഡ്. അപ്പൊ അങ്ങനെ നമ്മള് കഴിക്കേണ്ടിയിരുന്ന ഭക്ഷണങ്ങളിൽ നിന്ന് മാറിയിട്ട് ഹൈ എനർജി ഡെൻസ് ഭക്ഷണത്തിലോട്ട് മാറുമ്പോൾ നമ്മുടെ ബോഡിയിലെ സ്ഥൂലത കൂടുന്നു. വിച്ച് മീൻസ് യു ആർ ബിക്കമിങ് ഒബീസ്. ഈ ഒബീസിറ്റി എന്ന് പറയുന്നത് ആണ് ഇന്ന് 3ാം ലോക രാജ്യങ്ങൾ, 1ാം ലോക രാജ്യങ്ങളൊക്കെ ഒബീസിറ്റി വന്നു കഴിഞ്ഞു. അത് അവരെല്ലാം അതിന് അടിമകളായി മാറിക്കഴിഞ്ഞപ്പോൾ അവിടെയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ക്യാൻസറുകൾ ഉള്ളത്. ഇവിടുന്ന് നമ്മൾ 3ാം ലോകത്തിലോട്ട് മാറിയപ്പോൾ ബിക്കോസ് ഓഫ് റാപ്പിഡ് അർബനൈസേഷൻ നമ്മുടെയൊക്കെ ധാരണ ഈ വെസ്റ്റേണൈസ്ഡ് ലൈഫ് സ്റ്റൈൽ ആണ് നല്ല ലൈഫ് സ്റ്റൈൽ എന്നാണ്. But now people in the West are thinking reverse. That the lifestyle of Indian culture of food is much better than the Western food. അതിൽ അവർ മാറുമ്പോൾ നമ്മൾ തിരിച്ചാണ്. അടുത്തത് ഈ റാപ്പിഡ് അർബനൈസേഷൻ പിന്നെ നമുക്ക് കൊണ്ടുവന്ന ഏറ്റവും വലിയ പ്രശ്നം കൂടെ ഈസ് എ ബിഗ് ത്രെറ്റ് ടുഡേ. After the age of 40, if you do an ultrasound test of your wire, what you see is that the ultrasonologist will report and tell that you have got fatty liver. ഇത് വലിയൊരു നമുക്ക് കോളറൊക്കെ പൊക്കി ഇങ്ങനെ ഗ്ലാമറിന്റെ ഭാഗമായിട്ട് ആൾക്കാർ ചിന്തിക്കുന്നു. ഫാറ്റി ലിവർ, എനിക്ക് ഫാറ്റി ലിവറാ 10 പേരോട് പറയാൻ പോകും. വാട്ട് ഈസ് ദ ഇഷ്യൂ ഓഫ് ഫാറ്റി ലിവർ? പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. ഐ ഓൾസോ റിമെമ്പർ 40 വയസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലെ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. എവരിബഡി ഷുഡ് അണ്ടർസ്റ്റാൻഡ്. ഇഫ് യു വാണ്ട് ടു ചേഞ്ച് ലൈഫ് സ്റ്റൈൽ, 40 years is the cut off point. എങ്ങനെ ഈ 40 years cut off point ആകുന്നത്? പിന്നെ ആലോചിച്ചു വേണം. ബൈബിളിൽ എഴുതിയിട്ടുണ്ട് 7-10 ഏറെയായാൽ
80 മാത്രം. ഇതാണ് ഒരു ആവറേജ് ലൈഫ് സ്പാൻ. അപ്പൊ 40 years എന്ന് പറയുന്നത് ഒരു ടേണിംഗ് പോയിന്റ്. ഒബിസിറ്റി എന്ന് പറയുന്നതിന്റെ ഇമ്പാക്ട് നമുക്ക് വരാൻ പോകുന്നത് ഈ 40 years കഴിയുമ്പോഴാണ്. സോ വി വിൽ ലാൻഡ് അപ്പ് ഇൻ ഡയബറ്റിസ്. Kerala is the world, one of the India's capital for diabetes. And most of the Malayali people, you can see, most of them are having diabetes as a big issue. Heart attack, then cancer, then those who are smokers, chronic respiratory diseases. അപ്പം ഇങ്ങനെയുള്ള ഗ്രൂപ്പിലുള്ള അസുഖങ്ങളെ നമ്മൾ പൊതുവായിട്ട് ഹൈഫൈ അസുഖങ്ങളെ പറയുന്ന ടെർമിനോളജിയാണ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. First is heart attack, second is cancer, third is diabetes and diabetes related problem, kidney, chronic kidney diseases, transplants, then chronic respiratory diseases. ഈ 4 അസുഖങ്ങളാണ് വേൾഡിലെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ മരണപ്പെടുത്തുന്നത്. കോവിഡ് അല്ല, ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോ ഇങ്ങനെയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ, കേരളത്തിൽ ജനിച്ചു വളർന്ന ഒരു കുട്ടി അമേരിക്കയിലോ ട്രാൻസ്ഫർ ചെയ്തു, ആ കുട്ടി അവിടെ ജനിച്ചു വളരുവാണെങ്കിൽ ആ കുട്ടി സ്വാംശീകരിക്കാൻ പോകുന്ന ലൈഫ് സ്റ്റൈൽ, ഫുഡ് ഹാബിറ്റ്സ് എല്ലാം കേരളത്തിൽ അതിന്റെ കൗണ്ടർ പാർട്ട് ചെയ്യുന്നതായിരിക്കത്തില്ല. ഇനി ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മുടെ ടോപ്പിക് ലൈഫ് സ്റ്റൈൽ ആൻഡ് ക്യാൻസർ. ഇഫ് ലൈഫ് സ്റ്റൈൽ ഈസ് സംതിങ് വിച്ച് വി അക്വയർ, അതാണ് ഏറ്റവും വലിയ പ്രധാനമുള്ള കാര്യം. നമ്മൾ അക്വയർ ചെയ്യുന്നതാണ് ലൈഫ് സ്റ്റൈൽ. ഇറ്റ് ഈസ് നോട്ട് സംതിങ് ദാറ്റ് ഈസ് ജനറ്റിക്. ജനറ്റിക് ഈസ് വാട്ട് വിച്ച് യു ആർ ഇൻബോൺ. നമ്മൾ ജനിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ജനിതകമായ പ്രശ്നങ്ങൾക്കാണ് ജനറ്റിക്സ്. വേറസ് ലൈഫ് സ്റ്റൈൽ ഈസ് അക്വയർഡ്. പുക വലിക്കാതിരിക്കുന്ന ഒരാള് അല്ലെങ്കിൽ ഒരു കുട്ടി 18 വയസ്സോ 15 വയസ്സോ ഒക്കെ ആകുമ്പോൾ, ഇപ്പൊ കേരളത്തിൽ ഇപ്പം 12 വയസ്സിലും തമ്പാക്കു പാൻ പരാഗ് വളരെ കോമൺ ആണ്. ഞാൻ സ്കൂൾ കുട്ടികളുടെ ഇടയ്ക്ക് ക്യാൻസർ അവയർനെസ്സും ഒക്കെ ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. അപ്പൊ നമ്മൾ സ്കൂൾ കോളേജുകളൊക്കെ പോകുമ്പോൾ 5 വയസ്സ് 6 വയസ്സ് കഴിഞ്ഞ് സെക്കൻഡ് തേർഡ് ഇയർ കഴിഞ്ഞ സർക്കാർ സ്കൂളിലെ കുട്ടികളുടെ വായിലൊക്കെ തമ്പാക്കു പാൻ പരാഗ് ഉണ്ട്. യു കാൻ നോട്ട് ബിലീവ് ഇറ്റ്. വൈ? ബിക്കോസ് ഇറ്റ് ഇസ് കോമൺലി അവൈലബിൾ. എങ്ങനെ ഇത് കേരളത്തിൽ പോപ്പുലറായി? അതൊരു ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമാണ്. കേരളത്തിലെ മിടുക്കന്മാരായ ആൾക്കാരൊക്കെ കേരളത്തിൽ നിന്ന് കുറ്റിയും പറിച്ചിട്ട് മറ്റ് സ്റ്റേറ്റുകളിലോ കേരളത്തിന് പുറത്തോട്ട് പോകുമ്പോൾ കേരളത്തിലോട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾ ഇങ്ങോട്ടേക്ക് വരുന്നു. ജോലി ചെയ്യണമെങ്കിൽ ബംഗാളി, ബീഹാറി ആൾക്കാരൊക്കെ വേണം. അപ്പൊ അങ്ങനെ വരുമ്പോ കേരളത്തിൽ സംസാരിക്കുന്ന ഭാഷ പോലും ഹിന്ദി അല്ലെങ്കിൽ ബംഗാളിയായിട്ട് മാറിക്കൊണ്ടിരിക്കുമ്പോ അവരുടെ ലൈഫ് സ്റ്റൈൽ ഇങ്ങോട്ട് കൊണ്ടുവരും. അത് തമ്പാക്കു, പാൻപര, ഗുഡ്ക, ഇതെല്ലാം കേരളത്തിലെ ആൾക്കാർക്ക് കോമൺ ആയി. സോ ദാറ്റ് ഇസ് എ ലൈഫ് സ്റ്റൈൽ ചേഞ്ച്. തമ്പാക്കു പാൻപരാഗ് കഴിച്ചു കഴിഞ്ഞാൽ വായിൽ ക്യാൻസർ വരുമെന്നുള്ളത് ഈസ് വെൽ നോൺ. ടാറ്റ മെമ്മോറിയൽ ക്യാൻസർ ഹോസ്പിറ്റലിൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ക്യാൻസർ സർജറി ഞാൻ ചെയ്തിട്ടുള്ള വായിക്കാത്ത ക്യാൻസർ ആയിരിക്കും. ദാറ്റ് ഈസ് എ കോമൺ സെനാരിയോ. ഇന്ന് പുകവലിക്കാൻ ബുദ്ധിമുട്ടാണ്, കാര്യം പബ്ലിക് സ്മോക്കിംഗ് ഈസ് ബാൻഡ്. അപ്പം ആൾക്കാർ കൂടുതൽ മറ്റാൾക്കാർക്ക് പ്രശ്നമൊന്നും ഇല്ലാത്ത രീതിയിൽ എല്ലാ പണിക്കാരുടെയും എല്ലാ ഡ്രൈവർമാരുടെയും വായിക്കകത്ത് തമ്പാക്കു ഉണ്ടായിരിക്കും, അല്ലെ പാൻപരാഗ് ഉണ്ടായിരിക്കും. സോ ദാറ്റ്സ് എ ലൈഫ് സ്റ്റൈൽ ചേഞ്ച്. ഇനിയും ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ നമ്മൾ അക്വയർ ചെയ്ത ലൈഫ് സ്റ്റൈൽ ചേഞ്ചിനകത്ത് ടൊബാക്കോ പണ്ടൊരു വലിയ ഫാക്ടർ ആണെങ്കിൽ ഇന്ന് ടൊബാക്കോട്ട് വലിയ ഫാക്ടറാണ്. ഡയറ്റ്, ഫുഡ് ഞാൻ പറഞ്ഞു. പിന്നെ നമ്മൾ അക്വയർ ചെയ്യുന്ന ബാക്കിയുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നമ്മുടെ എക്സസൈസ് ഇല്ലായ്മ. ഇത് അക്വയർഡ് ഹാബിറ്റ്. നമ്മൾ അധ്വാനിക്കാൻ നമ്മൾ റെഡിയല്ല. 2000 കാലറി 18 വയസ്സ് 20 വയസ്സ് കഴിഞ്ഞ ഒരാളിന് 2000 കാലറിയുടെ ആവശ്യവും. പക്ഷെ നമുക്ക് ലോകത്തിൽ 2 ആനിമൽ വേൾഡ്, ഞാൻ സുവോളജി പഠിച്ചിട്ട് പാസ്സായ ഒരു ഡോക്ടറാണ്. അപ്പം ആനിമൽ വേൾഡ് എന്ന് ഞാൻ പറയുമ്പോൾ ജീവനുള്ള 4 കാലിലോ 2 കാലിലോ സഞ്ചരിക്കുന്ന ആനിമൽ വേൾഡിലുള്ള 2 ഗ്രൂപ്പ് ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ എപ്പ വേണമെങ്കിലും കഴിക്കാം. നിങ്ങൾക്കറിയാം, എപ്പ കൊടുത്താലും കഴിക്കാൻ റെഡിയാണ്. എനിബഡി? വൺ ഈസ് ഹ്യൂമൻ ബീയിങ്സ്. മനുഷ്യന് വിശപ്പുണ്ടോ വിശപ്പില്ലോ എന്ന് പ്രശ്നമേ അല്ല. എപ്പോഴും ഓഫർ ചെയ്താലും റെഡി, എന്തെങ്കിലും ഒന്ന് കഴിക്കാം, റെഡിയാണ്. രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നതാണ് പിഗ്സ്, പന്നി. വേറെ ഒരു ആനിമലും എന്ത് കൊടുത്താലും ഉടനെ കഴിക്കും. ഇപ്പൊ ഒരു ടൈഗർ ഒരു എരയെ വേട്ടയാടി പിടിക്കണേ പോലും അതിന് വിശക്കണം, ഇല്ല മൈൻഡ് ചെയ്യത്തു പോലും ഇല്ല. സോ ദീസ് 2 ആനിമൽസ്. സോ ഒബിസിറ്റി ഹാസ് ബിക്കം പാർട്ട് ഓഫ് അവർ ലൈഫ്. ഇനിയും നമ്മള് ഈ ലൈഫ് സ്റ്റൈല് ക്യാൻസർ ഉണ്ടാക്കുന്ന കാര്യങ്ങളിലോട്ട് മാറുന്ന സിറ്റുവേഷനിൽ ഫുഡ് ഹാബിറ്റ്സ് നമ്മളെ അഫക്റ്റ് ചെയ്യുന്ന ഞാൻ പറഞ്ഞു. ഇതേപോലെ വേറെ പല സംഗതികളും ഉണ്ട്. ഇപ്പൊ എങ്ങനെയാണ് ഒരാൾക്ക് ക്യാൻസർ ഉണ്ടാകുന്നത്?
അപ്പൊ അതിന് പല പല കോസസ്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് there are so many physical agents. എങ്ങനെ ഫിസിക്കൽ ഏജൻസിന് ക്യാൻസർ ഉണ്ടാക്കാൻ പറ്റും? ഒന്ന്, സൺലൈറ്റ്. ഇപ്പൊ സൂര്യപ്രകാശത്തില് നമുക്കറിയാം വെസ്റ്റേൺ കൺട്രീസിലൊക്കെ അൾട്രാ വയലറ്റ് റേസ് കൂടുതലുള്ള സ്ഥലത്ത് ഇഫ് യു ഗോ ഫോർ സൺ ടാനിങ് ആൻഡ് ഓൾ യു ഗെറ്റ് സ്കിൻ ക്യാൻസേഴ്സ്. രണ്ട്, ടുബാക്കോ. അത് നമുക്കറിയാം. കേരളത്തില് ആലപ്പുഴ മുതല് പിന്നെ ട്രിവാൻഡ്രത്തിന്റെ ഈ ബോർഡർ വരെയുള്ള സ്ഥലങ്ങളില്, കൊല്ലം അങ്ങനെയുള്ള ബോർഡറിൽ ഏറ്റവും കൂടുതൽ തൈറോയിഡ് ക്യാൻസർ കാണും. പല ക്യാൻസേഴ്സും കൂടുതലുള്ളത്. എനിക്കറിയില്ല നിങ്ങൾ എത്ര പേർക്ക് അറിയാം, മാർത്തോമ സഭയുടെ വകയായിട്ട് കരുതൽ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. പിന്നെ കാലം ചെയ്ത സക്കറിയാസ് തിരുമേനിയുടെ ഒരു വലിയ പ്രോജക്റ്റ് ആയിരുന്നു. ഞാൻ അതിൽ ഭാഗഭാക്കായിരുന്നു. പല മീറ്റിങ്ങിൽ ഞാൻ പ്രസംഗിക്കാൻ പോയിട്ടുണ്ട്. അപ്പൊ ഈ ഏറ്റവും കൂടുതൽ ക്യാൻസർ കാണുന്ന ഈ കരുനാഗപ്പള്ളി ഈ ഏരിയയിലൊക്കെ തൈറോയിഡ് ക്യാൻസേഴ്സ് ഉണ്ടാവും. അത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? ഇന്ന് ലോകത്തിന്റെ പല ഭാഗത്തും ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ. ഈ ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ കരിമണൽ ഖനനം. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ. അവിടെയാണ് ഏറ്റവും കൂടുതൽ കരിമണൽ ഖനനം ചെയ്യുന്നത്. അതിനകത്ത് മോണോസൈറ്റ്, ഇൽമനൈറ്റ്, തോറിയം ഇങ്ങനെയുള്ള പല പല റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ. സോ that belt has got an increased chance of cancer. ഇനിയും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വേറെ വലിയ കാര്യമാണ്, ഈ പല കോസ്റ്റൽ ഏരിയകളിലും തെർമൽ പവർ പ്ലാന്റ്സ്. ഈ തെർമൽ പവർ പ്ലാന്റ്സ് നമുക്ക് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കി തരുമായിരിക്കും, ബട്ട് വി ആർ ബേണിംഗ് കോൾ. ഈ കോൾ എവിടെ നിന്നാണ് എടുക്കുന്നത്? ഭോപ്പാൽ, ഐ ഡോണ്ട് നോ വെയർ ഭോപ്പാൽ has got coal mines. Coal is taken from under the earth. ഈ കോൾ എടുക്കുന്ന കൂട്ടത്തിൽ അതിന്റെ കൂടെ there are so many trace elements which are coming up. ഇതെല്ലാം കൂടെ നമ്മൾ ബേൺ ചെയ്യുന്നത്. അതിന്റെ സൂട്ട്, പുക പോകുമ്പോൾ സൂട്ട്, ചാരം മുകളിലോട്ട് പോകുന്നതിനകത്ത് ഈ പറഞ്ഞ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട്. ഇത് കടലിൽ പോയി താഴുന്നു. അവിടെ അതെടുക്കുന്ന മീനിന് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. I already told about the food impact. Coloring agents in food, they are biggest problem. Energy dense food is a big problem. അടുത്ത ഒരു വലിയ ടോപ്പിക് ഇന്ന് ലോകത്തിൽ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ടും പ്രിവെൻഷൻ. ആരോ അച്ഛൻ എനിക്കൊരു ക്വസ്റ്റ്യൻ ഇട്ടാണല്ലോ, ക്യാൻസർ പ്രിവെന്റബിൾ ആണോ എന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ. വലിയ ഇമ്പോർട്ടന്റ് കാര്യമാണ്. 80% മനുഷ്യരുടെ ക്യാൻസറും പ്രിവെന്റബിൾ ആണ്. 80% can be detected in the very early stage. 80% of the human cancers are in the visible areas. നഗ്നമായ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്ന ഭാഗങ്ങളിലാണ് മനുഷ്യന്റെ കോമൺ ആയിട്ട് കാണുന്ന 80% ക്യാൻസർ വരുന്നത്. ഫോർ എക്സാമ്പിൾ, സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ക്യാൻസർ ആണ് ബ്രസ്റ്റ് ക്യാൻസർ. ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറഞ്ഞ സ്കിന്നിന്റെ അടിയിലുള്ള ഒരു അവയവമാണ് ബ്രസ്റ്റ്. തൊട്ടാൽ അറിയാവുന്ന ഒരു ട്യൂമർ. എത്ര സ്ത്രീകൾക്ക് അറിയാം to do self-examination, breast self-examination, BSc? That is should be learned. മെൻസ്ട്രുവേഷൻ ആരംഭിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടി ആ സ്റ്റേജ് മുതൽ അവനവന്റെ ശരീരത്തെ, ദൈവം തന്ന ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും റെസ്പെക്റ്റബിൾ ആണ്. വാട്ട് ഗോഡ് ഹാസ് ക്രിയേറ്റഡ്. ദൈവം ഓരോ അവയവത്തെ പോലും മനുഷ്യന് വേണ്ടതായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. ഓൾ ഹാസ് ഗോട്ട് ഈക്വൽ റെസ്പെക്ട്. അപ്പോ അവനവന്റെ ശരീരത്തെ റെസ്പെക്ട് ചെയ്യുന്നതും ദൈവത്തിന് റെസ്പെക്ട് ചെയ്യുന്നതും ഈക്വൽ തന്നെയാണ്. ദൈവം ഉണ്ടാക്കിയാണ് ശരീരം. സോ യു ഹാവ് ടു ഡു സെൽഫ് എക്സാമിനേഷൻ. യു ഹാവ് ടു ഗോ ഫോർ executive health checkups. You have to find out the disease early. നേരത്തെ കണ്ടുപിടിക്കപ്പെട്ട എല്ലാ ക്യാൻസേഴ്സ് more than 90 to 95% 100% curable. So we should know about the changes in our body. അടുത്തത്, ഇന്ന് എല്ലാവർക്കും പേടിയാണല്ലോ. പ്രാർത്ഥിച്ചപ്പോഴും പറഞ്ഞു കോവിഡ് മഹാമാരിക്ക് പ്രാർത്ഥിച്ചു. അപ്പോൾ പെട്ടെന്ന് റാപ്പിഡായിട്ട് പാൻഡമിക് ആയിട്ട് സ്പ്രെഡ് ചെയ്യുന്നത് നമുക്ക് ഫിയർ സൈക്കോസിസ് ഉണ്ട്. സോ therefore viruses are a big threat for human beings. പക്ഷെ ഈ എന്നെ കേൾക്കുന്ന എത്ര പേർക്കറിയാം വൈറസുകൾ ക്യാൻസർ ഉണ്ടാകും? പ്രിവെന്റബിൾ, നമുക്ക് തടയാൻ സാധിക്കും. I'll tell you best example. ഞാൻ ആദ്യം നടക്കാൻ പോകുന്ന എത്ര പേരുണ്ടെന്ന് ചോദിച്ച പോലെ നിങ്ങളിൽ എത്ര പേര്, അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ എത്ര പേർക്ക് നിങ്ങൾ ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്ന വൈറസിനെതിരെ വാക്സിനേഷൻ ചെയ്തിട്ടുണ്ട്? ഹൗ മെനി ഓഫ് യു? ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കും. ഹെപ്പറ്റൈറ്റിസ് ബിക്ക് വാക്സിനേഷൻ എടുക്കേണ്ട ഗുണം എന്താണ്? അപ്പൊ നിങ്ങൾ പറയും ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജോണ്ടിസ് വരാതിരിക്കാൻ. വെരി ഗുഡ് ഐഡിയ. ജോണ്ടിസ് വന്നാൽ എന്താ കുഴപ്പം? സോ ദിസ് ജസ്റ്റ് ലൈക്ക് കോവിഡ് വൈറസ്, this virus will go into the liver
അവിടെ പോയിട്ട് ലിവർ സെൽസ്, മനുഷ്യന് ദൈവം തന്നേക്കുന്ന ഒരേ ഒരു ഫാക്ടറിയാണ് ലിവർ. കഴിക്കുന്ന ഭക്ഷണത്തിനെ മെറ്റബോളൈസ് ചെയ്യാനും അതിനെ സിന്തസൈസ് ചെയ്യാനും പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യാനൊക്കെ ഉള്ള ഒരു അവയവമാണ് ലിവർ. ഈ ലിവറിലുള്ള കോശങ്ങൾ സെൽസിനകത്ത് ഈ വൈറസ് ചെന്നിട്ട് will destroy the cell. Finally, after the jaundice is subsided, these liver cells will carry the virus inside. അത് ക്രോണിക് ആയിട്ടുള്ള ലിവർ ഡിസീസ് ആയിട്ട് മാറുന്നു, സിറോസിസ് ആയിട്ട് മാറുന്നു, ക്യാൻസർ ആയിട്ട് മാറുന്നു. സോ എ സിമ്പിൾ വാക്സിൻ ക്യാൻ പ്രിവെന്റ് എ ക്യാൻസർ. ഇപ്പൊ ക്യാൻസർ പ്രിവെന്റബിൾ അല്ലേ? ആണ്. Then hepatitis C, another virus causing again jaundice, is again നല്ല ക്ലീൻ വാട്ടർ, ക്ലീൻ ഹൈജീനിക് സിറ്റുവേഷൻ, യു ക്യാൻ പ്രിവെന്റ് ഹെപ്പറ്റൈറ്റിസ് സി. ട്രാൻസ്ഫ്യൂഷൻസ്, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസ്. ദെൻ ഇതേപോലെ ഡേഞ്ചറസ് ആയിട്ട് ഇന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഇന്ത്യയിലുള്ള സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ക്യാൻസർ വന്നുകൊണ്ടിരുന്നത് ഓർഗൻ എന്ന് പറയുന്നത് സെർവിക്സ് ഓഫ് ദ യൂട്രസ്, യൂട്രസ് സെർവിക്സ് ക്യാൻസർ, മലയാളത്തില് ഗർഭാശയ മുഖ ക്യാൻസർ. അന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോവർട്ടി അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് സർവീസ് ക്യാൻസർ ഉണ്ടാകുന്നത്. പക്ഷെ ഇന്ന് നമ്മുടെ സ്റ്റഡീസ് നമുക്ക് പറഞ്ഞു തരുന്നു അതൊരു വൈറസിന്റെ ഭാഗമാണ്. ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, HPV. എത്ര സ്ത്രീകൾ, എന്നെ കേൾക്കുന്ന സ്ത്രീകളിലെ എത്ര പേര് അവരവരുടെ സർവീസ് ഒരു സിമ്പിൾ ചീപ്പായിട്ട് സർക്കാർ ഹോസ്പിറ്റൽ ഫ്രീ ആയിട്ട് ചെയ്യുന്ന ഒരു പാപ്സ്മിയർ എത്ര പേര് ചെയ്തിട്ടുണ്ട്? നിങ്ങൾ വിദേശങ്ങളിൽ ജീവിക്കുവാണെങ്കിൽ 100% ഇൻഷുറൻസ് കമ്പനികൾ തലേ വർഷത്തെ എല്ലാ ഹെൽത്ത് ചെക്കപ്പിന്റെയും ഡീറ്റെയിൽസ് ചോദിക്കും. ദാറ്റ് മീൻസ് യു ആർ മാൻഡേറ്ററി ടു ഗോ ആൻഡ് ഡു യുവർ ഹെൽത്ത് ചെക്കപ്പ്. മസ്റ്റ് ആയിട്ട് മാറും. നമുക്കിതൊരു മസ്റ്റ് അല്ലാത്തതുകൊണ്ട് വി ഇഗ്നോർ. നമ്മൾ പ്രശ്നം വന്നിട്ട് പരിഹാരം ഉണ്ടാക്കാമെന്ന് പറയുന്നത് നല്ല മലയാളികളാണ് മജോറിറ്റി. എന്തോന്ന് പ്രശ്നം? കോവിഡ് ഇറ്റലി വന്നപ്പോൾ നമ്മൾ പറഞ്ഞു എന്തോന്ന് പ്രശ്നം ഇന്ത്യയിൽ. കേരളത്തിലെ ആൾക്കാർ പറഞ്ഞു കേരളം മുഴുവൻ വളരെ ഫ്രീ ആയി കഴിഞ്ഞു കോവിഡ് എത്തിപ്പോലും അതിന് മുമ്പ്. എന്ന് വെച്ചാൽ നമ്മൾ പ്രശ്നം വരുമ്പോൾ മാത്രം പരിഹാരം ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. പ്രിവെൻഷൻ എന്നുള്ള വാക്ക് ഒരു ഓമന പേര്. സോ യു ക്യാൻ പ്രിവെന്റ് എ വൈറസ്, വിൽ പ്രിവെന്റ് എ ക്യാൻസർ. ഇനിയും എന്നെ കേൾക്കുന്ന എത്ര ചെറുപ്പക്കാരും എത്ര പ്രായമുള്ളവരും എനിക്കറിയില്ല ലിസ്റ്റ്. ബട്ട് സ്റ്റിൽ യു ഗോ ടു ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, അമേരിക്ക, യൂറോപ്പ് ആൻഡ് ഓൾ, പുക വലിക്കാത്ത ചെറുപ്പക്കാരിൽ ക്യാൻസർ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയൊരു ഏജന്റാണ് ഇപ്പോൾ ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, HPV. ത്രോട്ട് ക്യാൻസർ, ലിപ് ക്യാൻസർ, ചീക്ക് ക്യാൻസർ ആൻഡ് ഓൾ, ബിക്കോസ് ഓഫ് ഹോമോസെക്ഷുവാലിറ്റി, ലെസ്ബിയനിസം ആൻഡ് ഓൾ പെർവേർഷൻ ഇൻ ദ ബോഡി. സോ അനദർ വൈറസ് കോസിങ് എ ഡിഫറെന്റ് ക്യാൻസർ. സോ അഗൈൻ പ്രിവെന്റബിൾ. അപ്പം പ്രിവെൻഷൻ എന്ന് പറയാൻ ഒരുപാട് മെത്തേഡ്സ് നമുക്ക്. ഫുഡ് ഈസ് എ പ്രിവെൻഷൻ. ഇനി നമുക്ക് അറിയാം, ഞാൻ അഗൈൻ ഐ ആം കമ്മിങ് ബാക്ക് ടു ഫുഡ്. കാരണം എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ള സംഗതിയാണ് ഭക്ഷണം. ഭക്ഷണമില്ല, ഏറ്റവും മനുഷ്യരെ ഏറ്റവും ചെറിഷ് ചെയ്യുന്നതാണ് ഭക്ഷണം. എവരിബഡി വാണ്ട്സ് വെരി ടേസ്റ്റി ഫുഡ്. നമുക്കറിയാം നാക്കില് ദൈവം നമുക്ക് നാക്ക് തന്നത് വർത്തമാനം പറയാനും, ഒരുപാട് പേര് കൂടുതൽ വർത്തമാനം പറയുവാനും, ടേസ്റ്റ് ചെയ്യുവാനും, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു അവയവമാണ്. നമ്മുടെ നാവിന്റെ ഏറ്റവും ടിപ്പിലാണ് നമ്മൾ സ്വീറ്റ്നെസ് ടേസ്റ്റ് ചെയ്യുന്നത്. അതിന്റെ പുറകിൽ സോവർ, അതിന്റെ പുറകിൽ ചില്ലി, ഇങ്ങനെ ഡിഫറെന്റ് ടേസ്റ്റുകൾ നമുക്ക് വരും. നമുക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണം, ഏറ്റവും കൂടുതൽ ഓയിലി ഭക്ഷണം, ഏറ്റവും കൂടുതൽ നമുക്ക് എനർജി തരുന്ന ഭക്ഷണം, ഐസ്ക്രീംസ് അല്ലെങ്കിൽ ഷുഗറി ഫുഡ്, ഇതൊക്കെയാണ് മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പക്ഷെ വാട്ട് വിൽ ഹാപ്പൻ ടു യുവർ ബോഡി ബൈ കൺസ്യൂമിങ് ഓൾ ദീസ് തിങ്സ്? നമ്മുടെ കഴുത്തിന്റെ താഴെ പോയി കഴിഞ്ഞാൽ ഇതിനൊക്കെ എന്നാ സംഭവിക്കും? വാട്ട് വിൽ ഹാപ്പൻ ടു ദിസ് ഫുഡ്? ഹൗ മെനി പീപ്പിൾ നോ? നോബഡി ബോദേഴ്സ്. നമ്മൾ അതിനെ ചിന്തിക്കത്തു പോലും ഇല്ല എങ്ങനെ എന്ത് ചേഞ്ചസ് നമുക്കിത് കൊണ്ടുവരും, ഏത് ഫുഡ് എങ്ങനെ ഡാമേജ് ഉണ്ടാക്കും. നമുക്കറിയാം there are 5 white things which are most dangerous for us. എൻ്റെ ഒരു 3-4 വർഷം മുമ്പ് ഞാൻ ഒരു ശ്രീകണ്ഠൻ നായർ ഷോയില് സംസാരിച്ചിരുന്നു അബൌട്ട് പ്രിവെൻഷൻ ഓഫ് ക്യാൻസർ ആൻഡ് 5 white things നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്നു. ഫസ്റ്റ് ഈസ് സോൾട്ട്. സാധാരണ ബൈബിളിൽ എഴുതിയിട്ടുണ്ട് ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെ എന്തുകൊണ്ട് ശരിയാക്കാം എന്നൊരു ക്വസ്റ്റ്യൻ വരെ എഴുതിയിട്ടുണ്ട്. സോൾട്ട് നമുക്ക് ആവശ്യമാണ്, മനുഷ്യന് ഏറ്റവും എസെൻഷ്യൽ ആണ് ഉപ്പ്. ബട്ട് സോൾട്ടഡ് ഫുഡ്
salted meat, salted fish, ഇങ്ങനെയുള്ള excess consumption can cause esophagus cancer, stomach cancer, intestine cancer. Excess of sugar, another white thing. നമുക്ക് പഞ്ചസാര കാണുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്, എല്ലാത്തിലും പഞ്ചസാര ഇടുന്നതും വളരെ ഇഷ്ടമാണ്. പക്ഷെ എത്ര പേർക്ക് അറിയാം ഷുഗർ, ഒറിജിനൽ ഷുഗർ കളർ എന്താണ്? ഷുഗർ കംസ് ഫ്രം വിച്ച് ഏജന്റ്? നോർത്ത് ഇന്ത്യയിലൊക്കെ ഐ തിങ്ക് ഇറ്റ് ഇസ് കമ്മിങ് ഫ്രം പൊട്ടറ്റോ, സം സ്വീറ്റ് പൊട്ടറ്റോ. ബട്ട് കേരളത്തിൽ വരുന്ന കരിമ്പിൽ നിന്നാണ്. കരിമ്പിന്റെ ജ്യൂസ് വെളുത്തതാണോ, കരിമ്പിന്റെ ജ്യൂസ് ബ്രൗൺ ആണോ, ഓർ ക്രീമി കളറാണോ? എങ്ങനെ ക്രീമി കളറുള്ള കരിമ്പിന്റെ ജ്യൂസ് വൈറ്റ് കളർ, ക്രിസ്റ്റൽ കളറുള്ള ഷുഗർ ആയിട്ട് മാറും? How many chemicals are added into that liquid to convert that into a crystal clear sugar? So all the agents which are added to make it highly white and crystal things are carcinogens. So we are adding our sugar, means we are adding carcinogen to our food, our diet. Similarly, മൂന്നാമത്തെ വൈറ്റ്, മലയാളികള് നാഷണലൈസ് ചെയ്തൊരു ഫുഡാണ് പൊറോട്ട. നമുക്കറിയാം, പലരും നാട്ടിൽ വരുന്ന പൊറോട്ട കഴിക്കാൻ തന്നെ ആഗ്രഹിച്ചു തന്നെ വരുന്നത്, എനിക്കറിയാം. അത് ഭയങ്കര ടേസ്റ്റിയാണ് അല്ലേ? പക്ഷേ പണ്ട് സിനിമയുടെ പോസ്റ്റർ ഒട്ടിക്കാൻ വേണ്ടി കൊണ്ടുവന്ന സാധനമാണ് മൈദ. സത്യന്റെ ഷീലയുടെ ഒക്കെ പോസ്റ്റർ ഒട്ടിച്ച് വെക്കുമ്പോൾ അത് പശു പോയി കടിച്ചു തിന്നുന്ന കാണുമ്പോൾ നമ്മൾ വിചാരിക്കും സത്യനും ഷീലയും കണ്ടതിന്റെ സന്തോഷത്തിൽ പശു പോയി കടിച്ചു തിന്നുവെന്ന് വിചാരിക്കും. പക്ഷെ അത് മൈദ തിന്നാൻ വേണ്ടി കടിച്ചു തിന്നുന്നതാണ്. ഈ മൈദയ്ക്ക് ഗ്ലാമർ കൊടുത്തിട്ട് മലയാളി അതിനെ പൊറോട്ടയായിട്ട് മാറ്റി. ഇന്ന് കേരളത്തിന്റെ സ്റ്റേപ്പിൾ ഫുഡാണ്. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ പോയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടം പൊറോട്ടയാണ്. ബട്ട് വാട്ട് ഈസ് ദിസ് മൈദ? എങ്ങനെയാണ് ഗോതമ്പിൽ നിന്ന് മൈദ കിട്ടുന്നത്? മൈദ നമുക്ക് കിട്ടണമെങ്കിൽ ഗോതമ്പിന്റെ ഏറ്റവും സെൻട്രൽ പാർട്ട്, പൊടിയെടുത്ത് കഴിഞ്ഞിട്ടുള്ള സെൻട്രൽ പാർട്ട്, അത് ഗോതമ്പിന്റെ പുതിയ ഗോതമ്പ് കിളിച്ചു വരണ്ടേ ആ പാർട്ട്, അവിടുന്ന് ഇതിനെ വേസ്റ്റ് ആയിട്ട് മാറ്റുന്ന പാർട്ട് ബെൻസീൻ പെറോക്സിഡൈസ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഏജന്റ് ആഡ് ചെയ്യുമ്പോഴാണ് അത് നല്ല വൈറ്റ് ആയിട്ട് മാറി, ബ്രൗൺ സാധനം വൈറ്റ് ആയിട്ട് മാറി മൈദയായിട്ട് മാറി. സോ ദാറ്റ് ബെൻസീൻ പെറോക്സിഡൈസ് is carcinogenic, and that is how ഇന്ന് റീജിയണൽ ക്യാൻസർ സെന്റർ ട്രിവാൻഡ്രം, രാജീവ് ഗാന്ധി ബയോടെക്നോളജി സെന്റർ സംയുക്തമായിട്ട് നടത്തിയ പഠനങ്ങൾ പറയുന്നത് ഏറ്റവും കൂടുതൽ പൊറോട്ട കൺസ്യൂമേഴ്സ്, പൊറോട്ട വിത്ത് ബീഫ് കൺസ്യൂമേഴ്സിലാണ് ഏറ്റവും കൂടുതൽ കോളൻ ക്യാൻസർ. Because that induces cancer in colon. Very common. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ബെൽറ്റിൽ ഏറ്റവും കൂടുതൽ 3 നേരം പൊറോട്ട മാത്രമേ ഉള്ളൂ. Even when you go to Pala, Todupuzha, I know because I travel to many places. പൊറോട്ട ഇല്ലാത്തൊരു ഹോട്ടലേ ഇല്ല. So this is what our food habits changed. ഒരു 50 വർഷം മുമ്പ് ഒരു ഹോട്ടലിൽ പോയിട്ട് എനിക്ക് പൊറോട്ട തരാൻ എന്താണ് ഈ പൊറോട്ട? നമ്മൾ നാച്ചുറലി ഇഡ്ഡലി, ദോശ, പുട്ട് ഇങ്ങനെയൊക്കെയുള്ള കേരളത്തിന്റെ തനതായ ഭക്ഷണം. വി ഡോണ്ട് വാണ്ട് ഇറ്റ്. അടുത്ത വൈറ്റ് തിങ് ആണ് വൈറ്റ് റൈസ്. ഇപ്പം ഭോപ്പാലിൽ താമസിക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കുവാണ്, നിങ്ങൾ വൈറ്റ് റൈസ് ആണോ ബ്രൗൺ റൈസ് ആണോ കഴിക്കുന്നവരെ? ഡോക്ടറെ, ഇവിടെ ആർക്കും ബ്രൗൺ റൈസ് ഇഷ്ടമല്ല, ഞങ്ങൾക്കെല്ലാം വൈറ്റ് റൈസ് മാത്രമേ ഇഷ്ടമുള്ളൂ. ഞങ്ങളുടെ പിള്ളേരൊക്കെയാണ് തിരിഞ്ഞു നോക്കത്തുപോലും ഇല്ല ഈ ബ്രൗൺ റൈസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അഴുക്കാന്ന് പറയും. സോ വാട്ട് ഈസ് ദിസ് ബ്രൗൺ റൈസ്? ബ്രൗൺ റൈസ്, നിങ്ങളുടെയൊക്കെ വല്യപ്പച്ചന്മാര്, വല്യമ്മച്ചന്മാര്, നിങ്ങളൊക്കെ അന്ന് സാമ്പത്തികമായിട്ട് പ്രയാസമുള്ള കാലങ്ങളിൽ, എന്റെ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും, നമ്മുടെയൊക്കെ നാട്ടില് മിഡിൽ ക്ലാസ്, ലോവർ മിഡിൽ ക്ലാസ് ആൾക്കാരുടെയൊക്കെ അമ്മച്ചിമാര് അല്ലെങ്കിൽ അപ്പർ ക്ലാസ്സും, അവര് സ്കൂളിൽ നിന്ന് കുട്ടികൾ വരുന്നതിനെ അവർ കൊടുത്തുകൊണ്ടിരുന്ന പലഹാരം വാസ് മേഡ് അപ്പ് ഓഫ് ബ്രാൻ, തവിട്. അതായിരുന്നു തവിടിന്റെ കൊഴുക്കട്ട. അന്ന് വിശപ്പിന്റെ വിളി ആയിരുന്നെങ്കിലും ഈ തവിടിലാണ് ഏറ്റവും കൂടുതൽ വൈറ്റമിൻസ് ഉള്ളത്, അതിലാണ് സൊല്യൂബിൾ ഫൈബർ ഉള്ളത്, ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യുന്ന ഏജൻസ് ഉള്ളത്, അതിലാണ് ബ്രാൻ ഓയിൽ ഉള്ളത്, ബെസ്റ്റ് ഓയിൽ. പക്ഷെ നമുക്കത് വേണ്ട, നമുക്ക് വൈറ്റ് റൈസ് മാത്രം മതി. പണ്ട് സായിപ്പ് ഇന്ത്യ ഭരിച്ചതുകൊണ്ട് വൈറ്റ് ആയിട്ട് കാണുന്നതൊക്കെ നമുക്ക് ഭയങ്കര അട്രാക്റ്റീവ്. അതായിരിക്കാം അതിന്റെ സൈക്കോളജി. സോ വി ലൈക്ക് വൈറ്റ് റൈസ്. സോ ദാറ്റ് ഈസ് ഓൾസോ എ കാർസിനോജനിക് ഏജന്റ്. ഇനിയുമാണ് നമുക്ക് ഏറ്റവും, എല്ലാ ഞായറാഴ്ചയും കേരളത്തിന്റെ ഒരു ക്രോസ് സെക്ഷൻ എടുത്താൽ സുറിയാനി ക്രിസ്ത്യാനികൾ ക്യൂ നിൽക്കുന്നത് ബീഫിന്റെ ആ കട്ട് ചെയ്യുന്ന സ്ഥലത്തിന്റെ മുന്നിലായിരിക്കും, അല്ലെ? ബീഫ് ഷോപ്പിന്റെ മുന്നിലായിരിക്കും. നമുക്ക് ഇറച്ചി കഴിക്കണ്ടെന്നോ നിങ്ങൾ മീൻ കഴിക്കണ്ടെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സിനകത്ത് പണ്ട് ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം നമ്മൾ ഇറച്ചി കഴിക്കുമെങ്കിൽ നമ്മുടെ ഡെയിലി ഇറച്ചിയില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല.
what does this red meat? Red meat is a carcinogenic agent. എങ്ങനെ റെഡ് മീറ്റ് ക്യാൻസർ ഉണ്ടാക്കും? റെഡ് കളർ, മീറ്റിന്റെ റെഡ് കളർ എന്ന് പറയുന്നത് ഈസ് ഹീമോഗ്ലോബിൻ ഹീം. അത് സെല്ലിനകത്തിരിക്കുമ്പോൾ ഇറ്റ് ഈസ് നോ പ്രോബ്ലം. വൺസ് യു കുക്ക് meat to 100 degrees centigrade and above, എന്നാലേ ഇറച്ചി വേവുള്ളൂ. What happens is it will liberate nitrosamines into the system. These nitrosamines are carcinogenic agents. അതുകൊണ്ടാണ് വെസ്റ്റേൺ വേൾഡിൽ where they take only non-veg food, intestine cancer is very high. Similarly, നമ്മുടെ പല സ്ഥലങ്ങളിലും നമ്മുടെ ന്യൂ ജനറേഷൻ ആൾക്കാർക്ക് intestine cancer is a common thing. So food habits again has got an impact. ഇതേപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് പ്രിവെൻഷൻ എന്ന് പറയുന്ന സംഗതി ഒപ്പം ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് ഏർലി ഡിറ്റക്ഷൻ. എങ്ങനെയാണ് നമ്മൾ ഏർലി ഡിറ്റക്ഷനെ പറ്റി സംസാരിക്കുന്നത്? ആദ്യം ഞാൻ നിങ്ങളോടൊരു റിക്വസ്റ്റ് ചെയ്തോട്ടെ, നിങ്ങളുടെ കയ്യിൽ പേനയുള്ളവർ, കയ്യിലുണ്ടെങ്കിൽ പേനയുള്ളവർ ഞാൻ ഈ പറയുന്ന വാക്കൊന്ന് എഴുതണം. ആൻഡ് ഇറ്റ് ഷുഡ് നോട്ട് ബി റിട്ടൺ horizontally, but it should be written one below the other, each word, each letter. First is C, second is A, third is U, fourth is T, fifth is I, sixth is O, and the last is N, and the word is caution. CAUTION. ആക്ച്വലി ക്യാൻസർ, പലരും പറയാറുണ്ട് ഡോക്ടറെ ഒരു പ്രശ്നവും ഇല്ലാതെ നടക്കുമായിരുന്നു മനുഷ്യൻ അല്ലെങ്കിൽ ആ ലേഡി, പെട്ടെന്നാണ് ക്യാൻസർ വന്നത്, പെട്ടെന്ന് ഞങ്ങൾ കൊണ്ട് ട്രീറ്റ്മെന്റ് പോയി, ചെന്നപ്പോഴേ ഡോക്ടർ പറഞ്ഞത് ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്, പെട്ടെന്ന് പേഷ്യന്റ് മരിച്ചുപോയി. സോ നമ്മൾ ഇന്ന് നമ്മുടെ ടോപ്പിക് ഇന്ന് ക്യാൻസർ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞോട്ടെ, ലോക ചരിത്രത്തിൽ ആർക്കും ഒരിക്കലും പെട്ടെന്ന് ക്യാൻസർ വരില്ല. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. ഒരാൾക്ക് ക്യാൻസർ ഉണ്ടായി വരണമെങ്കിൽ വർഷങ്ങളുടെ കാത്തിരിപ്പ് വേണം. ഇറ്റ് നെവർ ഹാപ്പൻസ് ഓവർനൈറ്റ് ലൈക്ക് കോവിഡ് വൈറസ് ഇൻഫെക്ഷൻ. Okay, let's be very clear about that. One cell is the precursor for cancer. ഒരു സെൽ, ഈ സെല്ലിനകത്ത് ഞാൻ ഈ പറഞ്ഞ നിരവധി കാഴ്സിനോജൻസ് ഞാൻ പറഞ്ഞു. ക്യാൻസർ ഉണ്ടാക്കാൻ കഴിവുള്ള എല്ലാ ഏജന്റിന്റെയും കോമൺ ആയിട്ടുള്ള പേരാണ് കാഴ്സിനോജൻ. അത് വൈറസ് ആവാം, ബാക്ടീരിയ ആവാം, ഇത് ഫുഡ് ഹാബിറ്റ്സിന്റെ ആവാം, ഹോർമോൺ. ഇപ്പൊ ബ്രസ്റ്റ് ക്യാൻസറിന്റെ നമ്പർ 1 പോസിറ്റീവ് ഫാക്ടർ എന്ന് പറയുന്നത് ഈസ്ട്രജൻ ആണ്. ഈസ്ട്രജൻ ഇൻ വിമൻ അത് നമുക്കൊരു അത്യാവശ്യമായ ഹോർമോണാണ്. ബട്ട് ഇറ്റ് വർക്ക്സ് ലൈക്ക് എ ഡബിൾ എഡ്ജ് സ്വോർഡ്. അപ്പം നമുക്കൊരു ഏജന്റ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ അത് നമുക്കൊരു ഷാർപ്പ് ടൂത്ത് ആയിരിക്കും ക്യാൻസർ ഉണ്ടാക്കാൻ, ചിലപ്പോൾ ടുബാക്കോ ആയിരിക്കാം, ടുബാക്കോയിലുള്ള കണ്ടന്റ് ആയിരിക്കാം. ബട്ട് എനിത്തിങ് വിച്ച് ചേഞ്ചസ് എ സെൽ ടു എ ക്യാൻസർ. അങ്ങനെ ഒരു സെല്ലിൽ ചേഞ്ച് ഉണ്ടാവണമെങ്കിൽ ദ സെൻട്രൽ പാർട്ട്, ബയോളജി അറിയാവുന്ന, ബയോളജി പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, ദ സെന്റർ ഓഫ് എവറി ലിവിംഗ് സെൽ ഹാസ് ഗോട്ട് എ ന്യൂക്ലിയസ്. And this nucleus is a powerhouse of the cell, and that decides everything about the cell. ആ ന്യൂക്ലിയസിനകത്ത് മൈറ്റോകോൺട്രിയ എന്ന് പറഞ്ഞൊരു സാധനം, അതിനകത്ത് ജീൻസ്, ജനറ്റിക് കോഡിംഗ്. അപ്പൊ ഒരാളുടെ ട്രേറ്റ്, ക്യാരക്ടർ, നമ്മുടെ ഷേപ്പ്, സൈസ്, ഹൈറ്റ്, ഒബീസിറ്റി എല്ലാത്തിനെയും ഡിസൈഡ് ചെയ്യുന്നത് നമ്മുടെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതിനെ ജീൻസിനെ ഓർഡർലി പാറ്റേണിലാണ് ദൈവം നമുക്ക് അടുക്കി തന്നേക്കുന്നത്. അഡിനിൻ, തൈമിൻ, സൈറ്റോസിൻ, ഗ്ലൂമിൻ, ഇങ്ങനെ അതിന്റെ ഒരു ഓർഡർ. ഈ ഓർഡറിൽ പോകുന്ന സംഗതി നോർമലായിട്ടിരിക്കുമ്പോൾ there is no disease. ഒരു കാഴ്സിനോജൻ നമ്മുടെ ബോഡിയിൽ അറ്റാക്ക് ചെയ്യുമ്പോൾ it will penetrate into the cell and will cause a change in the genetic sequence. അപ്പൊ അഡിനിൻ always unite with thymin, സൈറ്റോസിൻ always unite with guanine. ഇതാണ് കോമ്പിനേഷൻ. അഡിനിൻ ഗുവാനുമായിട്ട് കോമ്പിനേഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ that is something which is not acceptable to the cell. അങ്ങനെ ഒരു കോമ്പിനേഷൻ നിർഭാഗ്യവശാൽ ഉണ്ടായാൽ നമ്മുടെ ബോഡിക്കുള്ളിൽ, നമ്മുടെ സെല്ലിനകത്ത് തന്നെ ക്ലീവിംഗ് എൻസൈംസ് which will go and destroy whatever is abnormal. പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് പുക വലിക്കുന്ന ആൾ കണ്ടിന്യൂസ് ആയിട്ട് പുക വലിച്ചുകൊണ്ടിരിക്കുകയാണ്, നോൺ സ്റ്റോപ്പ് ആയിട്ട് ഇങ്ങനെ വർഷങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ the impact and the insult will be so high that the change which occurred in that genetic
sequence become permanent. And the cell will do something different. അത് സാധാരണഗതിയിൽ നമ്മുടെ ബോഡിയിലുള്ള എല്ലാ കോശങ്ങളും ഒരു കൺട്രോൾ മെക്കാനിസത്തിലാണ് പോകുന്നത്. അല്ലെങ്കിൽ നമ്മുടെ മൂക്ക് ആനയുടെ മൂക്ക് പോലെ നീണ്ടു വന്നേക്കാൻ വരുന്നില്ലേ? എന്താ നമ്മുടെ ഷേപ്പുകളൊക്കെ ഒരു കോൺസ്റ്റന്റ് ആയിട്ടിരിക്കുന്നത്? ബിക്കോസ് എവറിഥിങ് ഇസ് പ്രീഡിറ്റർമൈൻഡ്. ദൈവത്തെ നമ്മളെ സൃഷ്ടിച്ചു വിട്ടപ്പോൾ ദാറ്റ് മാജിക്കൽ ഈസ് ദി ക്രിയേഷൻ. ക്രിയേറ്റേഴ്സ് പവർ ഈസ് സോ മാജിക്കൽ. എവറിഥിങ് ഈസ് ഇൻ കൺട്രോൾ ഫോം. അത് അബ്നോർമൽ ആകുമ്പോഴാണ് there is abnormal proliferation division സംഭവിക്കാൻ പോകുന്നത്. ഒരു സെല്ലിനകത്തെ ന്യൂക്ലിയസ് നോർമൽ അല്ലാതെ കൺട്രോൾ ഇല്ലാതെ ഡിവൈഡ് ചെയ്യുമ്പോൾ we start with cancer. അങ്ങനെ വന്നാൽ പോലും still God's creation is so wonderful. ദൈവം നമുക്ക് ഡിഫൻസ് മെക്കാനിസം തന്നിട്ടുണ്ട്. നമ്മൾ കോവിഡ് വന്ന ആൾക്കാർക്കൊക്കെ പലരും സുഖമായി പോകുന്നതിന്റെ കാരണം നമ്മുടെ ബോഡിയിലെ ഡിഫൻസ് മെക്കാനിസം will go and destroy the viruses and the impact. So we got cured from the disease. ഇതേപോലെ നമ്മുടെ ബോഡിയിലെ ഡിഫൻസ് മെക്കാനിസം ഉണ്ട് ക്യാൻസറിനെതിരായിട്ട്. We have got several cells called killer cells. ഒരു സെല്ലിനകത്ത് ഡിഫറൻസ് വന്ന ഒരു അബ്നോർമൽ സെൽ ഉണ്ടായി വന്നാൽ the killer cells in the human body will go and engulf that particular cell which has been changed and becomes normal. So ഈ പ്രോസസ് നമ്മുടെ ബോഡി നടന്നുകൊണ്ടേയിരിക്കുവാണ്. ഇല്ലെങ്കിൽ ഭോപ്പാലിലുള്ള ഒരു ട്രാൻസ്പോർട്ട് ബസിന്റെ പുറകെ കൂടെ നിങ്ങൾ നടന്നു പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം വീണ്ടും ചിലപ്പോൾ ക്യാൻസർ ആവും. അത്രയും പുകയായിരിക്കും അത് പുറത്തോട്ട് വിടുന്നത്. ബട്ട് ഇറ്റ് ഇസ് നോട്ട് ഹാപ്പനിങ് because our body is protected by God with killer cells. But when our defense mechanism fail and this carcinogen, whatever agents we are used to is more, the cell will attain what is known as immortality. ആ സെല്ല് ബോഡിയുടെ കൺട്രോളിൽ നിന്ന് പുറത്തിറങ്ങും, become independent. Then the division is so fast you cannot control it, and that is cancer. ഇത് ഉണ്ടാകാൻ വേണ്ടി ഈ പറഞ്ഞ എല്ലാ ഇമ്പാക്റ്റുകളും ഉണ്ടാകും. ഓക്കെ, നൗ ഐ ഗിവ് യു കോഷൻ, CAUTION. അത് ഞാൻ പറയാൻ കാര്യം സിംറ്റംസ് ഓഫ് ക്യാൻസർ. ക്യാൻസറിന് സിംറ്റംസ്. ഈ സിംറ്റംസിനെ നമ്മൾ എപ്പോഴും ഇഗ്നോർ ചെയ്യുന്നുണ്ടോ അപ്പോൾ നമ്മൾ അഡ്വാൻസ് സിറ്റുവേഷൻ ട്രീറ്റ്മെന്റ് വരുന്നു. ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല ഏതെങ്കിലും പേഷ്യന്റ് പറയുവാണ് പെട്ടെന്നാണ് അസുഖം കണ്ടുപിടിച്ചത്. I have completed more than 35-38 years in cancer treatment. So let us elaborate this question. C-യുടെ സൈഡ് ഒന്ന് എഴുതിയാൽ കൊള്ളാം. ചേഞ്ച് ഇൻ, വേറെ ഏതോ ലൈൻ ഡിസ്റ്റർബ്ഡ് ആവുന്നു. ചേഞ്ച് ഇൻ ബവൽ ഹാബിറ്റ്. C stands for change in bowel habit. നമുക്കറിയാം നമ്മുടെ ആൾക്കാര് മലത്തിൽ കൂടെ ബ്ലഡ് പോയി കഴിഞ്ഞാൽ കോമൺ സിംറ്റം നമ്മുടെ ആൾക്കാർ തന്നെ ഉടനെ തന്നെ ഡയഗ്നോസ് ചെയ്യും. പ്രത്യേകിച്ച് മലയാളികൾ, വി കോൾ ഇറ്റ് പൈൽസ്. പൈൽസിന്റെ അപ്പുറത്ത് നമുക്ക് വേറൊരു ഡയഗ്നോസിസേ ഇല്ല. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം പൈൽസിന്റെ സിംറ്റം ബ്ലീഡിംഗ് ആണ്. ക്യാൻസറിന്റെ, രക്തത്തിലെ ക്യാൻസറിന്റെ, ഇൻറ്റസ്റ്റൈനിലെ ക്യാൻസറിന്റെ സിംറ്റം ബ്ലീഡിംഗ് ആണ്. സോ ദാറ്റ് ഹാസ് ചേഞ്ച് ഇൻ ബവൽ ഹാബിറ്റ് സംഭവിച്ചു. ചിലപ്പോ നമുക്ക് അഗെയിൻ നമുക്ക് ഭക്ഷണം കഴിക്കാൻ വിശപ്പ് ഇല്ലായിരിക്കും. ചിലപ്പോൾ നമുക്കതൊരു അൾസറിന്റെ ഫീച്ചർ ആയിരിക്കും വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അടുത്ത കടയിൽ പോയിട്ട് ജലൂസിൽ വാങ്ങിച്ച് കഴിക്കും, ഹാപ്പി. പക്ഷെ ക്യാൻസറിന്റെ സിംറ്റംസിനകത്തും ഇതേ സിംറ്റം തന്നെയുണ്ട്. വാട്ട് ഐ വാണ്ട് ടു ഹൈലൈറ്റ് ടു യു ഈസ് ദാറ്റ് സിംറ്റംസ് ഓഫ് ക്യാൻസർ and the symptoms of non-cancerous situation almost are similar. Please make it a note. നമ്മൾ പുതിയ യുഗത്തിൽ ജീവിക്കുകയാണ്, പുതിയ ലോകത്ത് ജീവിക്കുകയാണ്. നമ്മൾ സിംറ്റംസിനെ അല്ല ട്രീറ്റ് ചെയ്യേണ്ടി. We have to treat the disease behind that. That is the time when we understand why God has given us intelligence. So we are not going to treat the symptoms. We treat the disease behind that. ഇതായിരിക്കണം നമ്മുടെ ഈ ടോക്ക് കേൾക്കുന്നതിന്റെ നമുക്ക് കിട്ടുന്ന മെസ്സേജ്. സോ C stands for a change in bowel habit. Be very clear. Now the second letter is A. A stands for a sore. Please write down. A sore that does not heal. ഒരിക്കലും കഴിയാത്ത വ്രണങ്ങൾ. ഇത് വായിക്കാത്ത വ്രണം ഉണ്ടാവാം, നാക്കിൽ വ്രണം ഉണ്ടാവാം, യൂട്രൈൻ സെർവിക്സിൽ ഈ വ്രണം ഉണ്ടാവാം, ഇത് ഇൻറ്റസ്റ്റൈനിൽ ഈ വ്രണം ഉണ്ടാവാം, സ്റ്റൊമക്കിനകത്ത് ഈ വ്രണം ഉണ്ടാവാം,
രക്തത്തിനകത്ത് ഈ വ്രണം ഉണ്ടാവാം, കാൽപാദങ്ങളിൽ ഈ വ്രണം ഉണ്ടാവാം, സ്കിന്നിന്റെ സർഫസിൽ ഈ വ്രണം ഉണ്ടാവാം. When a vranam means an ulcer, when the surface which God has given, the smooth surface God has given is breached, the connection between two ends are lost and an ulcer forms, that is not normal. So we have to understand why this ulcer has happened. ഇതിനാ ദൈവം വിളിച്ചു തന്നിരിക്കുന്നത്. അപ്പോ അൾസർ ഉണ്ടെങ്കിൽ, ഒരിക്കലും കരിയാത്ത വ്രണങ്ങൾ, മാസങ്ങളായിട്ട് കരിയാത്തൊരു വ്രണം ഉണ്ടെങ്കിൽ 100% we have to go and check up. ഒരു ഡോക്ടർക്കും വീട്ടിൽ വന്ന് പരിശോധിക്കാൻ പറ്റില്ല. We have to go and have this vision that we don't want to have a problem. So what is the harm? The third letter which I told you is U. U means unusual bleeding or unusual discharge. What is this bleeding? ഇപ്പൊ പറഞ്ഞു തന്നെ, മോഷൻ പാസ് ചെയ്യുമ്പോൾ ബ്ലഡ് പോകുന്നത് പൈൽസ് മാത്രമല്ല, ക്യാൻസറിന്റെ സിംറ്റം ആണ്. So if there is a bleeding, unusual bleeding, there we have to find out, are we having a cancer? Unusual bleeding from the nose, it can be a cancer in the nostril. Unusual bleeding from the throat, can be a cancer in the throat. Unusual bleeding from the gum can be a cancer. Unusual bleeding from the tongue can be a cancer. Unusual bleeding from the nipple is a cancer. Unusual bleeding from the respiratory tract, ശ്വാസകോശത്തിനകത്തുനിന്ന്, a symptom of or a sign of lung cancer. Unusual bleeding from the stomach. So if there is an unusual bleeding, that is a cancer. Again, U stands for unusual discharge. I'll come back to 40 years of age. Now I will reduce it to 30 years of age. Karanam, in the young age, cancer is a very, very common thing today. Younger than 30 people coming with cancer. ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ 60 വയസ്സാണ് പറഞ്ഞിരുന്നത് ക്യാൻസർ എന്നൊരു പേഷ്യന്റിനെ ഡിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ 60-year-old man, woman എന്നാണ് ആരംഭിക്കുന്നത്. Now 30, less than 30-year-old cancer patients are very common. So cancer age is coming down. So unusual discharge means there are different types of discharges. It can be discharged from the respiratory tract. അത് ഒരു ക്യാൻസറിന്റെ ലക്ഷണമാവാം. It can be discharged from the vagina. For many women, they don't go for treatment. There can be discharge from the rectum when you pass motion. It can be discharged from any organ, anywhere. That could be a symptom or sign of cancer. Then the T, next is T. C-A-U-T. T stands for thickening or formation of lump. നമുക്കറിയാം, നമ്മുടെ ദൈവം നമുക്ക് തന്നു വിട്ടിരിക്കുന്ന അവയവങ്ങളിൽ ഒന്നിലും ഒരു മുഴ ഉണ്ടാവേണ്ട ആവശ്യമില്ല. It can be in the thyroid, it can be in the breast, it can be in your uterus, it can be in the intestine, it can be in any part of the body, it can be in the bones, it can be in soft muscles. എവിടെയാണെങ്കിലും ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, പല സ്വെല്ലിങ്സും വെച്ചുകൊണ്ട് ആൾക്കാര് വർഷങ്ങളോളം അതുകൊണ്ട് നടക്കും. ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയാം. മിക്കവാറും ഈ ഹില്ലി ഏരിയാസിലുള്ള ആൾക്കാർക്കൊക്കെ തൈറോയിഡിൽ മുഴകൾ വരും. അപ്പൊ അവർ ഈ തൈറോയിഡിലുള്ള മുഴയും കൊണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ എത്ര പേർക്കറിയാം, എത്ര പ്രാവശ്യം FNAC ടെസ്റ്റ് ചെയ്താലും നെഗറ്റീവ് എന്ന് പറയുന്ന ലോങ് സ്റ്റാൻഡിങ് തൈറോയിഡ് പോലും ഒരു ക്യാൻസറിന്റെ ഒരു സിംറ്റമാണ്. കാരണം ലോങ് സ്റ്റാൻഡിങ് തൈറോയിഡ് സ്വെല്ലിംഗ് will convert into hemorrhage, can bleed, can go into cancer, can go into thyrotoxicosis problem. Example I told you. So any thickening in the human body, please make sure you test it. What is the harm? നമുക്ക് നമ്മുടെ ശരീരത്തെ റെസ്പെക്ട് ചെയ്യണമെങ്കിൽ we have to go and test it. If you find something abnormal, please. That means if we pick up the disease by misfortune, if there's a disease, we pick up early. The next letter is I. C-A-U-T-I. I stands for indigestion or difficulty in swallowing. നമുക്കറിയാം, പല ആൾക്കാരും മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഡോക്ടറെ കാണാതെ നേരെ പോയി മരുന്ന് വാങ്ങിച്ച് കഴിച്ച് പോകുന്ന ആൾക്കാരാണ് മെജോറിറ്റി ഓഫ് ദ പ്ലേസസ് ഐ സീൻ കേരള. I don't know about Bhopal, I don't know about Bombay, but on the counter sales for medicine, പല ഡോക്ടർമാരെക്കാട്ടി മിടുക്കന്മാരെ കൗണ്ടറിൽ ഇരിക്കുന്ന ഈ പറയുന്ന മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻ ഫാർമസിസ്റ്റ് ആയിരിക്കും മച്ച് ബെറ്റർ ഡോക്ടർ.
So they take medicine, which may not be of any use. You'll land up in a trouble. You may get symptomatic relief, but symptom relief ചെയ്യുന്നതല്ല oncology. Symptom മാത്രം relieve ചെയ്യാൻ വേണ്ടി പോകുന്ന മരുന്ന് കഴിക്കുന്നതല്ല cancer treatment. Symptom relieve ചെയ്യാൻ പോകുന്നത് മാത്രമല്ല നമ്മുടെ medical treatment. We have to treat the cause, not the symptom. The next word is, letter is O. O stands for obvious change in a mole or a wart. നമ്മുടെ ശരീരത്തില് പല പല ഏജ് ഗ്രൂപ്പിൽ പല സമയത്ത് കറുത്ത മറുകുകൾ നമുക്കുണ്ടാവാം. ഇല്ലെങ്കിൽ നമുക്ക് അരിമ്പാറുകൾ പോലുള്ള സ്വെല്ലിങ്സ് ഉണ്ടാവും. കാൽപാദങ്ങളില്, മുഖത്ത്, കഴുത്തില്, കക്ഷങ്ങളില്, അല്ലെങ്കിൽ thightsല്, പ്രൈവറ്റ് പാർട്സിൽ, എവിടെ വേണേലും ഉണ്ടാവാം. These moles are dangerous if it grows fast. Moles are dangerous if there is no hair on that. Moles are dangerous if you get pain. Moles are dangerous if there is a bleeding from it. അപ്പോ നമ്മൾ ഈ മോൾസിനെ ഇഗ്നോർ ചെയ്യുമ്പോൾ most of the time it becomes malignant melanomas. നമുക്ക് ക്യൂർ ചെയ്യാൻ പ്രയാസമുള്ള അല്ലെങ്കിൽ ക്യാൻസർ ട്രീറ്റ്മെന്റ് ഒരുപാട് പണം മുടക്കേണ്ട ഒരു ട്രീറ്റ്മെന്റ് ആയിട്ട് മാറും if it becomes a melanoma. Melanoma is very common in Australia, in New Zealand, in America, in so many places. So that is O. The last is N. N stands for a nagging cough or hoarseness of voice. ഇപ്പം പുകവലിക്കുന്ന ആൾക്കാർക്കെല്ലാം ചുമയുണ്ടാവും. പുകവലിക്കുന്ന ആൾക്കാർക്കൊക്കെ വോയിസ്, ത്രോട്ടിൽ, ലാരിങ്സിൽ ചേഞ്ചസ് ഉണ്ടാവും, സൗണ്ട് ചേഞ്ചസ് ഉണ്ടാവും. പക്ഷെ സ്ഥിരമായിട്ട് പുകവലിക്കുന്ന ആള് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ടൊബാക്കോ അഡിക്റ്റ് ആയ ആൾക്കാർക്ക് they cannot distinguish between this nagging cough to cancer or a common thing. ചിലപ്പോൾ ലങ് ക്യാൻസർ ആയിരിക്കും വരുന്നത്. ഇന്ന് പുരുഷന്മാരിൽ ഏറ്റവും കൂടുതൽ ക്യാൻസറുകൾ പ്രോസ്റ്റേറ്റ് ക്യാൻസറും ലങ് ക്യാൻസറുമായി മാറിക്കൊണ്ടിരിക്കും. സ്ത്രീകളില് ലങ് ക്യാൻസർ വളരെ കോമൺ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് പുക വലിക്കാത്ത ആൾക്കാർക്ക് പല പല റീസൺസ്, ഫുഡ് ഹാബിറ്റ്സ് കൊണ്ട് തന്നെ ലങ് ക്യാൻസർ, അഡിനോകാർസിനോമാസ് വളരെ കോമൺ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. So hoarseness is a change in voice. ഇത് ഇത്രയും സിംറ്റംസ് അല്ലാത്ത പല സിംറ്റംസും നമുക്ക് ഉണ്ടാവാം. പെയിൻ, ഞാൻ കോമൺ ക്യാൻസേഴ്സ്, when I say common cancers, breast cancer, head and neck cancer, lung cancer, esophagus cancer, stomach cancer, intestine cancer, ovary cancer, uterus cancer, ഇതൊക്കെയാണ് നമ്മുടെ ബോഡിയിലെ സാധാരണ കാണപ്പെടുന്ന more than 80% of the cancers are these cancers which are visible. ഇപ്പൊ നിങ്ങൾ ചോദിക്കും ഇൻറ്റസ്റ്റൈൻ ക്യാൻസർ എങ്ങനെ ഡോക്ടറെ വിസിബിൾ ആകുന്നത്, ലങ് ക്യാൻസർ എങ്ങനെ വിസിബിൾ ആകുന്നത്? ടുഡേ വേൾഡ് ഹാസ് ഡെവലപ്ഡ് ഇൻ സച്ച് എ വേ, മെഡിസിൻ ഹാസ് ഡെവലപ്ഡ് ഇൻ ടു സച്ച് എ വേ, investigations and radiology have developed in such a way we can go and endoscope in every organ possible. നമുക്ക് ഇന്ന് പാൻക്രിയാസിനകത്ത് പോയി എൻഡോസ്കോപ്പ് ചെയ്യാൻ പറ്റും. നമുക്ക് ബോഡിയിലുള്ള എല്ലാ ഓർഗനകത്തൂടെ എൻഡോസ്കോപ്പ് കൊണ്ടുപോകാൻ പറ്റും. ബ്രസ്റ്റിനകത്തുള്ള ഡക്റ്റിനകത്തോട് നമുക്ക് എൻഡോസ്കോപ്പ് ചെയ്യാൻ പറ്റും. That's called breast duct endoscopy. So things are changing in the world. Radiology is changing in the world. Imagiology is changing in the world. അപ്പൊ ആരെങ്കിലും പറയുവാണ്, അച്ഛൻ എന്നോട് മെൻഷൻ ചെയ്തും പറഞ്ഞു, ഏതോ ഒരു ആൾക്കാരുടെ കാര്യം പറഞ്ഞു അഡ്വാൻസ് പേഷ്യൻസ് വളരെ കോമൺ ആയിട്ട് കാണുന്നുണ്ട്. പലരും മനസ്സിലാക്കുന്നില്ല. സിമ്പിൾ തിങ്, സ്റ്റാർട്ട് റെസ്പെക്ടിങ് യുവർ ബോഡി. Why are you avoiding symptoms? Why are you eliminating your symptoms and treating self? നമ്മൾ സ്വയം ചികിത്സിക്കാൻ ആരംഭിക്കുമ്പോൾ we miss so many things. അപ്പൊ 100% എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, 40 years is a cut off point minimum, or I would say 30 years is a cut off point. Start thinking differently and go for health checkups. ഇനി I want to mention, I don't know how much time is left for me. നമ്മുടെ ലൈഫ് സ്റ്റൈലും ക്യാൻസർ ആയതുകൊണ്ട് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് അധികം പോയില്ല. So there are certain things we can do. You don't know when is the World Cancer Day? Any of you? അറിയാമോ? World Cancer Day. This day is World Cancer Day celebrated. 4th February. Yes, February 4th is the World Cancer Day. അപ്പോ വേൾഡ് ക്യാൻസർ ഡേയിൽ WHO-യും ഇന്റർനാഷണൽ യൂണിയൻ അഗൈൻസ്റ്റ് ക്യാൻസറും ഒക്കെ ഒരുപാട് തീംസ് നമുക്ക് തരുന്നു. So there are so many things we can do. Please, this is what the crux of the message for today is. We can do so many things. I can do so many things. This we and I together can defeat cancer. If cancer is going to be a common problem, if cancer is going to be a very common problem for third world countries, if cancer is going to be a big issue for the finance and the money that is to be spent for treatment, if cancer is going to be a big issue where your body is getting mutilated,
if cancer is going to be a big issue for the whole family landing up in trouble, today is the era of nuclear families. Nobody to look after if somebody falls sick. And here is the time when we have to think differently and act differently and make our mind work differently. Because money, cancer treatment is lot of money is getting involved. So therefore we should know what we can do as a together. Churches can take so many initiatives. The prayer groups can take so many initiatives. We can have discussions. We can have teachings on healthy lifestyle. We can have teachings on how to adjust your food habits. We can have discussions on how to resource manpower, how to make sure that we are ambassadors to explain to people when we change our lifestyle to a better living. And I can do so many things. What I can do? The first thing is I can take my choice. If I decide tomorrow, I'm going to say goodbye to all the junk food. And from all the junk food to greens, I am going to convert. Or from grains to greens. Recently, I did a study on jackfruit flour. കേരളത്തിൽ ആർക്കും വേണ്ടാത്ത പ്ലാവിന്റെ കീഴിൽ കിടന്ന് അഴുകി നശിച്ചു പോകുന്ന ഒരു സാധനമാണ് ചക്ക. One of the most 5,000 years ago in the inscription it's mentioned about jackfruit. So jackfruit is a treasure house of so many good nutrients, but we don't know the value of it. We don't know how it can prevent cancer. We don't know how it can increase your vegetable in your food. The more vegetable you take, the better will be your GI tract. The more vegetable you take, less will be your fatty liver. The more vegetable you take, less will be your cancer incidence. The more vegetable you take and the less sugar you take, better will be the lifestyle. So I can make my own lifestyle choices. Again, I can aid myself to teach others or to explain to others. I'm a doctor. Lifestyle change and ellavarkkum sadhikkum. Not that a particular doctor should be the person. I can say goodbye to tobacco. I can say goodbye to alcohol. Why not? Who is going to question me? I can say I will be from tomorrow onward, I'll be having 30 minutes of walking, brisk walking a day. So it's possible. So it is all depending on how you will change your lifestyle to prevent cancer. So therefore we should understand which are the common cancers which are common in India and which are common in your place, which are common to the community around. അതിന് എങ്കിലും പ്രിവെൻഷൻ നമ്മൾ ചിന്തിക്കണം. അതിനെങ്കിലും നമ്മൾ നേരത്തെ കണ്ടുപിടിക്കാൻ നമ്മൾ തീരുമാനിക്കണം. അതിനെങ്കിലും നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ട് അതിനെതിരെ പ്രവർത്തിക്കാൻ നമ്മൾ റെഡി ആയിരിക്കും. So therefore we have to have a introspect. Age is not a question to change lifestyle. Any age is ideal age to change lifestyle. What is the aim? The aim should be we should not be a burden for others. We should have a understanding that our health is our priority and personal priority. And you have to respect your body. And please understand that cancer is preventable. Cancer is possible to be detectable in the early stage. Cancer is something which is treatable with 100% cure rate, provided it is picked up in the early stage. Cancer is something where there is no mutilated surgeries there today. We can have the cosmesis. We can have beauty. Today, I'm a proponent, or I got a specialty called cosmetic oncology. What is cosmetic oncology? Beauty in cancer. After treatment, the patient will not have a stigma of undergoing cancer treatment. For example, a breast cancer coming in early stage, no need of chopping out breast for breast cancer. It's gone. We can preserve the breast. Bible and the same thing. We preserve the breast and preserve the human body minus the cancer. Same lifespan, no change. We can have beautiful surgeries in the neck with no scar. We can have beautiful surgeries in the oral cavity for cancers. Good plastic surgery, no problem. Young children coming with cancers. There are young children also. Bone cancers, soft tissue cancers. Gone are the days of chopping out somebody's leg in cancer. Children, we preserve the leg. We reconstruct the leg. We give it new artificial joints and treat the cancer and cure them. Lung cancer.
Forget about the chopping out the full lump. We preserve the lump. We give them upfront treatment. So scenario of treatment of cancer is changing in leaps and bounds. Bhayangara changes നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. But what we need is our own self-respect. What we need is our own self-evaluation. What we need is our own determination. നമുക്ക് നമ്മളെ തന്നെ സ്നേഹമില്ല എങ്കിൽ പിന്നെ ആർക്കാണ് സ്നേഹം ഉണ്ടാകാൻ പോകുന്നത്? You have to respect yourself. You have to respect your body. Think about the family. Think about the burden going to come. If by misfortune you get a cancer, at least we should be able to pick up the disease early. And I'm telling you, ആർക്കെങ്കിലും സംശയമുണ്ട് ക്യാൻസറിനെ നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതൊരു മിഥ്യാധാരണയാണ്. Majority can be picked up. Majority, I'm telling you. ഒരാൾ ചോദിക്കുക ബ്രെയിനിനകത്ത് ഒരു ക്യാൻസർ വന്ന് കണ്ടുപിടിക്കാൻ പറ്റും. They are all rare cancers. They are rare cancers. But again, there's a but. If there is a symptom, usually even brain cancer patients also will wait. തലകറക്കം വരുന്നു, തലവേദന വരുന്നു, ഇതും കൊണ്ട് നമ്മൾ ഇങ്ങനെ നോക്കിയിരിക്കുന്നു, അത് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. Then they come with a huge brain cancer. Similarly, pancreatic cancer. നമുക്കൊരു പെയിൻ ഉണ്ടായി, സിംറ്റം ഉണ്ടായി, അവിടെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ നമ്മൾ will not go for a treatment checkup. At least have medical checkups, yearly medical checkup. Have the last point which I want to tell is about the health insurance. ഇത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ നിങ്ങളോട്. എനിക്കറിയാം നിങ്ങൾ മെജോറിറ്റി ആൾക്കാർക്കും നല്ല ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ ഉള്ളവരാണ്. ബട്ട് when we go take patients come for treatment, cancer surgery, എൻ്റെ ഇടയ്ക്ക് ഒരുപാട് പേഷ്യൻസ് ക്യാൻസർ സർജറിക്ക് വരുന്നു. ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, വിച്ച് ഇസ് യുവർ ഇൻഷുറൻസ്? അത് 50% ആൾക്കാർ പറഞ്ഞു, ഡോക്ടർ എനിക്ക് ഇൻഷുറൻസ് ഇല്ല. So I ask a question back. Same question I'm asking you all. Those who don't have insurance. നിങ്ങൾ എത്ര പേർക്ക് വാഹനങ്ങളുണ്ട്? ഈ വരുന്ന പല ആൾക്കാർക്ക് ഔഡി, ബെൻസ്, യു ഡോണ്ട് നെയിം ഇറ്റ്, വലിയ വലിയ കാറ്, എന്തെങ്കിലും വാഹനങ്ങളുള്ള ആൾക്കാരാണ്. ആ വാഹനത്തിന് ഇൻഷുറൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ യെസ്, ഡോക്ടർ ഉണ്ട്, ഇൻഷുറൻസ് ഉണ്ട്. വാഹനത്തിന് എന്തിനാ ഇൻഷുറൻസ്? വാഹനത്തിനാണോ മനുഷ്യനാണോ വില കൂടുതൽ? ഇത് ഓടിക്കുന്ന മനുഷ്യനാണോ ഇത് ഇരിക്കുന്ന വാഹനത്തിനാണോ വില കൂടുതൽ? ഈ വാഹനത്തിന് ഇൻഷുറൻസ് എടുത്തില്ലെങ്കിൽ റോഡിൽ ഇറക്കാൻ സമ്മതിക്കില്ല. ഓർ ഇഫ് യു ലാൻഡ് അപ്പ് ആൻ ആക്സിഡന്റ് യു വോണ്ട് ഗെറ്റ് ക്ലെയിം. മനുഷ്യൻ ഇങ്ങനെ ഒരു ആക്സിഡന്റോ ക്ലെയിം ഉണ്ടായാൽ മനുഷ്യന്റെ ഹെൽത്തിന് വേണ്ടി എന്ത് ചെയ്യണം? സോ പ്ലീസ്, the money spent in today's world is going to change. So costly treatments are becoming costly. Healthcare is a big industry now. Therefore we have to think, understand that we need insurance. Health insurance വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് എല്ലാവരും അതിന് തീരുമാനമെടുക്കണം. ഞാൻ എപ്പോഴും എല്ലാ മീറ്റിംഗിലും പറയുന്നതാണ്, we should have health insurance. And also there is one important more point is about children. ഇതുകൂടെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഇത് വൈൻഡ് അപ്പ് ചെയ്യാം. Why I am more concerned about kids? നമുക്ക് ആലോചിച്ച് നോക്കാം. നമ്മുടെയൊക്കെ വീടുകളിലെ ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ പിള്ളേരെ, മക്കളെയാണ്. എങ്ങനെ പിള്ളേരെ സ്നേഹിക്കുന്നത്? അവർക്ക് വിശപ്പില്ലേ പോലും, അവർക്ക് ഒരു കളിക്കാൻ പോകാനുള്ള സമയമാണെങ്കിൽ പോലും അവരെ പിടിച്ച് ഭക്ഷണം കഴിപ്പിക്കും. On timely, keep on feeding them. എന്താണ് എക്സ്പ്ലനേഷൻ പറയുന്നത്? അങ്ങപ്പുറത്തെ സൂസന്റെ മോളെ നോക്കിയടി, കണ്ടില്ലേ നല്ല ഫുട്ബോൾ പോലെ ഇരിക്കുന്നത്. ഇങ്ങപ്പുറത്തെ മറ്റേ രാഘവന്റെ മോനെ നോക്കി, അവനെ നീ എന്താ കൊഞ്ചു പോലിരിക്കുന്നു, അവനെ നോക്ക, അതാണ് വേണ്ടി. So in this way we try to feed children untimely and make them obese. Childhood obesity, that is a big curse coming today. എന്താണ് അതിന്റെ ആഫ്റ്റർ ഇഫക്ട്? പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, young children, young 18 years, 19 years coming with heart attack. We are seeing in casualty. How can you get heart attack in 19 years? They're all obese. And then they go for bariatric surgery, big fashion. What is this? That is too bad. Children, when they are wanting or should be allowed to play, please make sure ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കുന്ന കൊച്ചിന്റെ പകുതി ബുദ്ധി പോലും ഇല്ല കമ്പ്യൂട്ടറിന് മുന്നേ കമ്പ്യൂട്ടർ ഗെയിം കളിക്കുന്ന കുട്ടി. ബിക്കോസ് യു ആർ ഡു എ മെക്കനൈസ്ഡ് ജോബ് ഇൻ ഫ്രണ്ട് ഓഫ് കമ്പ്യൂട്ടർ. ഫുട്ബോൾ ഗ്രൗണ്ടിൽ 11 പേരെ എഗൻസ്റ്റ് ആയിട്ട് ഒരു കൊച്ചിന് പോയി ഗോൾ അടിക്കാൻ ബോൾ കൊണ്ട് പോകണമെങ്കിൽ അവൻ ഹി ഹാസ് ടു യൂസ് ബ്രെയിൻ. സോ ദാറ്റ് ഈസ് ദ ഇന്റലിജൻസ്. സോ therefore we have to understand that children and cancer, ഒരു വേൾഡ് ക്യാൻസർ ഡേ was dedicated for children and the theme was catching them young. Please, ചെറുപ്പത്തിലെ കുട്ടികൾക്ക് നമ്മൾ എക്സ്ട്രാ എനർജി ഡെൻസ് ഫുഡ് കൊടുക്കുമ്പോൾ there is precocious puberty.
പണ്ട് 14 വയസ്സിൽ 15 വയസ്സിൽ മെൻസ്ട്രുവേഷൻ ആരംഭിക്കുകയാണെങ്കിൽ ഇന്ന് 6 വയസ്സ് 7 വയസ്സിൽ മെൻസ്ട്രുവേഷൻ ആരംഭിക്കുന്ന പെൺകുട്ടികൾ. പണ്ട് 40 വയസ്സ് 45 വയസ്സിൽ മെൻസ്ട്രുവേഷൻ തീരുമെങ്കിൽ ഇന്ന് 60 വയസ്സിൽ മെൻസ്ട്രുവേഷൻ തീരാത്ത കാലഘട്ടം. Why? That is the effect and impact of the diet which we are having. Obesity and diet. ഞാൻ ഇതുവരെ ഒരൊറ്റ യൂട്രസ് ക്യാൻസർ പേഷ്യന്റിനെയും കണ്ടില്ല മെലിഞ്ഞൊരു പേഷ്യന്റ്. They are all obese, so obese. Breast cancer, obesity is a big factor. We know estrogen, all hormones are food related. എല്ലാ മനുഷ്യന്റെ ശരീരത്തിലുള്ള എല്ലാ ഭക്ഷണവും എല്ലാ ഹോർമോണുകളും ഫുഡുമായിട്ട് റിലേറ്റഡ് ആണ്. ബ്രസ്റ്റ് ക്യാൻസർ, ഈസ്ട്രോജൻ ഈസ് ദ മെയിൻ കൾപ്രിറ്റ്. സോ നേരത്തെ ഋതുമതികളായ കുട്ടികൾ, വളരെ താമസിച്ച് മെനോപോസ് ആകുന്ന സ്ത്രീകൾ, ഇവരുടെ ലൈഫ് സ്പാനിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് വിത്ത് ഈസ്ട്രോജൻ ഈസ് ടു ഹൈ. പണ്ട് ബൈബിളിൽ എഴുതിയിരിക്കുന്ന നിങ്ങൾക്ക് ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും സമുദ്രത്തിലെ മണൽത്തരി പോലെയും പിള്ളേരുണ്ടാകാം. പക്ഷെ നമ്മള് ഒന്ന് ഇല്ലെങ്കിൽ അരക്കൊച്ച് കാൽ കൊച്ചൊക്കെയാണ് നമുക്കുള്ളത്. എങ്ങനെയാണ് ഈ അരക്കൊച്ചും കാൽക്കൊച്ചൊക്കെ ഉണ്ടാകുന്നത്? മോള് പ്രസവിക്കാൻ വരും, പ്രസവിക്കും, കൊച്ചിനെ പ്രസവിച്ചിട്ട് ഗുഡ് ബൈ അമ്മ, ബൈ ബൈ, അവർ സ്ഥലം വിടും. എന്നിട്ട് കൊച്ചിനെ നോക്കേണ്ട വല്യമ്മയാണ്. സോ അവർ അരക്കൊച്ചായി. പ്രസവം ജോലി കഴിഞ്ഞ് സ്ഥലം വിട്ടു. ദേ ഡോണ്ട് ബ്രസ്റ്റ് ഫീഡ്. സോ ബ്രസ്റ്റ് ഫീഡിങ് ഇല്ലാത്തപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ വളരെ കോമൺ ആണ്. ഏർലി മെനാർക്കി, ഞാൻ പറഞ്ഞു, ഏർലി മെനാർക്കി, ലേറ്റ് മെനോപോസ്, ലാക്ക് ഓഫ് ബ്രസ്റ്റ് ഫീഡിങ്, ലാക്ക് ഓഫ് ചിൽഡ്രൻ, then energy dense food, obesity, ഇതെല്ലാം ബ്രസ്റ്റ് ക്യാൻസറിന്റെ കോസറ്റീവ് ഫാക്ടേഴ്സ്. പ്രോസ്റ്റേറ്റ് ക്യാൻസർ, നടക്കാൻ നമ്മൾ റെഡിയല്ല. ടെസ്റ്റോസ്റ്റിറോൺ is one of the main culprit. Obesity is a culprit for prostate cancer. So change your lifestyle, go for walking, make sure you burn your calories. We don't want more than 2000 calories. Burn it, you are safe. For diabetes, you have to walk. For heart attack, you have to walk. For cancer, you have to walk. For everything, you have to change your lifestyle. ഇനി ഫുഡിനകത്ത് തന്നെ കുർക്കുമിൻ, കളേർഡ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ഇതെല്ലാം നമ്മുടെ പ്രിവെൻഷന്റെ ഭാഗമാണ്. The more curcumin, the more lasoon, the more spices in your food which are for healthy. They are all anti-cancer agents. We will change our lifestyle. എന്തുകൊണ്ടാണ് കോവിഡില് കൂടുതൽ മരണങ്ങൾ നമ്മൾ യൂറോപ്യൻ സ്റ്റൈൽ ഫുഡ് ഹാബിറ്റ്സ് ഉള്ള ആൾക്കാരിൽ കണ്ടു, കുറച്ച് ഇന്ത്യൻ കൾച്ചറുള്ള ആൾക്കാർ കാണുന്ന കാര്യം എന്താ? Our food habits are different. We eat more of these spices. We eat more of curcumin. In all the curries there is curcumin. In all the curries there is onion. In all the curries there are also many spices. Malayali food is rich in spices. That is one of the biggest factor. So food can prevent even COVID. Food can even prevent our increase our immune status, immunity, not only cancer. So therefore, children are also to be respected, and make sure kids are growing slim, kids are growing trim, and they should have their weight and accepted weight. ഇവിടെ നമ്മുടെ പിള്ളേരൊക്കെ പോകുന്ന എല്ലാം വല്ല ഹൈഫൈ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ എല്ലാം ഉരുണ്ടുരുണ്ടുരുണ്ട് പോകുന്നു, തിരിച്ച് ഉരുണ്ടുരുണ്ട് വരുന്നു, വന്ന ഉടനെ ട്യൂഷൻ, ഇത് കഴിഞ്ഞ അടുത്ത ട്യൂഷൻ, ഇത് കഴിഞ്ഞ ഓൺലൈൻ ക്ലാസ്, പുറത്ത് വിടത്തില്ല, ആർക്കും കളിക്കാൻ ചാൻസ് ഇല്ല പിള്ളേർക്ക്. What is a childhood? They grow like what you call puppets, and there is no freedom. This all will create issues. So where we should have a change in our attitude, a change in our concepts. COVID has brought in a great change to human beings. Please, now we have to realize, understand. പണ്ട് നമുക്ക് അറിയാവുന്നത് ബിഫോർ ക്രൈസ്റ്റ് ആൻഡ് ആഫ്റ്റർ ക്രൈസ്റ്റ് ആണ്, AD and BC. ഇപ്പൊ തിരിച്ചായി, ബിഫോർ കോവിഡ് ആൻഡ് ആഫ്റ്റർ കോവിഡ്. AC is after COVID and BC is before COVID. So we have to change. We have to understand that we have to change according to the need. We have to be more hygienic, we are careful, ellam venam namakku. But remember, more people are dying in the world with cancer. More people are suffering with cancer all over the world. More people are falling prey to cancer because we are not respecting preventable causes. We don't bother about preventable things. We don't want to change our lifestyle. So my last sentence is, change the lifestyle before life demands. Say diabetes ആയാൽ നമുക്ക് ഷുഗർ കഴിക്കാൻ പറ്റില്ല, ഹാർട്ട് അറ്റാക്ക് വന്നപ്പോൾ നമുക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ആയി, കിഡ്നി പ്രശ്നം വന്നാൽ ഒരുപാട് പ്രോബ്ലംസ് ആയി, ഒബീസിറ്റി ആയ ഒരുപാട് പ്രശ്നങ്ങളായി. So therefore change the lifestyle before life demands. From childhood, from youth onwards, this should be the motto. If we do that,
And if we got 1 ounce of care for our own human body, we will be able to pick up cancers much early. We will be able to treat them very well. We'll be able to cure more number of people and make them fruitful citizens. See, just because you have cancer, that doesn't mean that you are gone out. No, they have to be useful, fruitful to the society, back to society. So when you you have to rehabilitate a person back to society, and that is the final and the last aim of cancer treatment. So let's have a world which is different from what we saw, and we can change it. Each one decide. It's a very simple thing. And I think I've taken more time than what Achan has allowed me to do. I don't know, but I am open for any questions anytime, and I can talk for 5 hours, 6 hours, 10 hours on cancer, no problem. So I am okay. And anybody